السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا، اغفر لنا ما مضى يا واسع الكرب. يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل. إلهي نجني من كل ضيق بجاه المصطفى خير الجميع. فهب لي في مدينته قرارا ورزقا ثم دفنا بال. അഭിവന്ദരായ ബാക്കവി ഉസ്താദ്, സ്നേഹമുള്ള നമ്മുടെ സി അംസഹാജി, എൻ്റെ ആത്മസുഹൃത്തും എൻ്റെ അഭിവന്യ ഗുരുവായ ഷെയ്ഖുന പൊന്മള ഉസ്താദിൻ്റെ മരുമകൻ കൂടിയായ, ഇവിടെ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച വന്ദരായ പറവൂർ ഉസ്താദ്, വേദിയിലുള്ള മറ്റു നേതാക്കൾ, ഉസ്താദുമാർ, സദസ്സിലുള്ള പിതാക്കൾ, സഹോദരങ്ങൾ, സ്നേഹമുള്ള ഉമ്മവങ്ങന്മാർ, അള്ളാഹു നമ്മുടെ മജ്ലിസിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഭൗതിക ലോകത്തെ ജീവിതം ഈ 8 ദിവസത്തെ പ്രഭാഷണ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ധന്യമാക്കി തരുമാറാവട്ടെ. പരലോക ജീവിതം മക്കളുമൊത്ത്, മാതാപിതാക്കളുമൊത്ത്, ഉസ്താദുമാരുമൊത്ത് സ്വർഗീയ ലോകത്ത് നമ്മുടെ മുഹിബ്ബീങ്ങൾ കുടുംബങ്ങളുമൊത്ത് കിടക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. പൈശാചിക ഷർറുകളിൽ നിന്നും, മൂത്രത്തിൽ കിടന്ന് പിടയുന്ന പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത്, ഇബ്ലീസിൻ്റെ 10 മക്കൾ നമ്മുടെ കഴിഞ്ഞ 7 ദിവസങ്ങൾ, 7 ദിവസത്തെ പ്രഭാഷണ സീഡികളും ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് 8ാമത്തെ ദിവസമാണ്. നാളെ അതിവിപുലമായ വിധത്തിലുള്ളൊരു മജ്ലിസ് ഇവിടെ നടക്കാൻ പോവുകയാണ്. 1500ഓളം വരുന്ന കുട്ടികൾ, ആലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ വരികയാണ്. ഈ നാടിന് അനുഗ്രഹമായി 1500 മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും നാളെ ഇവിടെ അണിനിരക്കുകയാണ്. അള്ളാഹു ഈ നാടിന് റഹ്മത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ദർസ് കൊണ്ട്, നമ്മുടെ സ്ഥാപനം കൊണ്ട് കിട്ടുന്ന വലിയൊരു നേട്ടം തന്നെയാണത്. 1500-ൽ പരം വരുന്ന കുട്ടികൾ, മുതഅല്ലിമീങ്ങൾ, ദീനിൻ്റെ ഖാദിമീങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഐശ്വര്യമാണ് ഉമ്മമാരെ. ഭക്ഷണം കഴിക്കാൻ പോകുന്നൊരു മുതഅല്ലിമ്, കുടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പറഞ്ഞു, മോനെ, നിങ്ങളുടെ കീശയിൽ നിന്ന് പേന വീണിട്ടുണ്ട്. ആ പേന എടുത്തു കൊടുക്കാൻ വേണ്ടി ഒരു കുടിയൻ പോവുകയാണ്. പേന എടുത്തു കൊടുത്തു. അത് കാരണമായി, സബബായി അല്ലാഹു തആല ആ മനുഷ്യന് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തത് പണ്ഡിത ലോകം വിവരിക്കുന്നുവെങ്കിൽ, ആ പണ്ഡിത മുതഅല്ലിമീങ്ങളായ മുത്തുകൾ, 1500-ൽ പരം വരുന്ന കുട്ടികൾ നമ്മുടെ നാട് നാളെ കാണുകയാണ്. ഉമ്മമാരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു തആലയെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഇന്ന് 8ാം ദിവസമാണ്. 8ാം ദിവസമായ ഇന്നത്തെ വിഷയം, ഇന്നലെ നമുക്ക് വേണ്ടത് നമ്മുടെ മരണമായിരുന്നു. അത് ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് ഹയാത്ത് ഉണ്ട് എങ്കിൽ ശനിയാഴ്ച നമ്മുടെ മരണം
നമ്മുടെ ഈ ജീവിതം ഒരു സെക്കൻഡ് ശനിയാഴ്ച എന്ന് ഞാൻ പറയുന്നു. എനിക്ക് ശനിയാഴ്ച ഞാൻ പ്രസംഗിക്കുന്നവനാണ്, പക്ഷെ ഞാൻ ശനിയാഴ്ച ഉണ്ടോ? ഒരു പിടുത്തല്ല. ഞാനാണ് ഈ പറയുന്നത്. ശനിയാഴ്ച പ്രസംഗിക്കുന്നത് നമ്മുടെ മരണമാണ്. ഈ പ്രസംഗിക്കുന്നവന് ഇന്നത്തെ വാഴ കഴിയുമ്പോഴേക്കും എന്ത് ഹാലി എന്ന് എനിക്കറിയൂല. ഇത് നാം ഒക്കെ വിലയിരുത്തുക. അപ്പൊ ശനിയാഴ്ച ദിവസം നമ്മുടെ മരണമെന്ന മഹത്തായ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ഇബ്ലീസിന്റെ 10 മക്കൾ അല്ലാഹു തആല കാക്കട്ടെ. ഉദ്ഘാടനത്തില് ഒരു ചെറിയ രൂപത്തിൽ ഒരു പേടിപ്പിക്കലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇബ്ലീസിന്റെ 10 മക്കൾ, അത് പക്ഷെ ആഴത്തിലുള്ള 2 അല്ലാഹു ശൈത്താൻ, ഇത് രണ്ടും വേർതിരിച്ച് ഉദ്ഘാടന പ്രഭാഷണത്തിൽ നമുക്കൊരു സൂചന നൽകിയിട്ടുണ്ട്. അപ്പോ ഞാൻ ആമുഖമായി കൂടുതൽ പറയാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്നേഹമുള്ള നാട്ടുകാരെ, ആഖിറു അഹ്ലിന്നാരി ഖുറൂജ വ ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂല, സ്വർഗീയ ലോകത്ത് ആഖിറു അഹ്ലിന്നാരി ഖുറൂജ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ആശയം, ഇന്നൽ മുഅ്മിന ലയറാ ദുനൂബഹു. ഒരു മൂമിനായ മനുഷ്യൻ, തീർച്ചയായും ഒരു മൂമിനായ മനുഷ്യൻ, ലയറാ ദുനൂബഹു, ആ മനുഷ്യന്റെ ദോഷങ്ങൾ, അവൻ ചെയ്ത തെറ്റുകൾ കാണുന്നതാണ്. ഒരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് സാധു പർവ്വതത്തിന്റെ താഴ്ഭാഗത്തിരിക്കുന്നത് പോലെ ഏത് രൂപത്തിലായിരിക്കും അത്? മൂമിനായ മനുഷ്യൻ തെറ്റ് ചെയ്താൽ വല്ലാത്ത പേടിയാണ്, വലിയ പേടിയാണ്. ആ നിലയ്ക്ക് അവൻ കാണും. നേരെ മറിച്ച് അന്നൽ ഫാജിറ, ഒരു വൃത്തികെട്ട മനുഷ്യൻ, ലയറാ ദുനൂബഹു, അവൻ ചെയ്ത തെറ്റുകൾ അവൻ കാണും. കദുബാബിൻ മറ അലാ അംഫിഹി, അവന്റെ മൂക്കിന്റെ അരികിൽ ഒരു ഈച്ച പാറിയാൽ എങ്ങനെയാ? ഒരു പേടിയുമില്ലാത്ത വിധത്തിൽ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ കുറിച്ചും ഫാജിറായ മനുഷ്യനെ കുറിച്ചും പറയുകയാണ്. അല്ലാഹുവിനെ പേടിയുണ്ടോ? തെറ്റുകൾ വന്നു പോകും. തെറ്റ് വന്നാൽ വല്ലാത്ത കണ്ണീരൊടുക്കുന്ന അവസ്ഥയും വരും. ഫാജിറായ മനുഷ്യന്റെ മൂക്കിന്റെ അരികിലൂടെ ഈച്ച പറയാൽ എത്ര പേടിയാ, അത്രേ അവൻ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അവനുള്ള ശിക്ഷ കുറച്ചൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ ശബ്ദം കേൾക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവ് രണ്ടാക്കി തിരിച്ചു പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ആഖിറു അഹ്ലിന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്. അല്ലാഹു തആല ചില ആളുകളെ 1000 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിക്കുമത്രേ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. മറ്റു ചില ആളുകളെ അല്ലാഹു 500 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിക്കും. വേറെ ചില ആളുകളെ 100 കൊല്ലം. യഖ്റുജു മിനന്നാരി ബഅദ അൽഫി ആമിൻ റജുലുൻ വലൈതനി ദാലിക റജുലാ, 1000 കൊല്ലം നരകത്തിൽ, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും, നരകത്തിൽ കടന്ന് വെന്തളിയുന്നൊരു മനുഷ്യൻ, നരകത്തിൽ കടന്ന് വെന്തളിയുന്നൊരു മനുഷ്യൻ 1000 കൊല്ലം അല്ലാഹു തആല ആ മനുഷ്യനെ കരിക്കട്ട പോലെ കരിച്ചു കളയുന്നു, വീണ്ടും ഹയാത്താക്കുന്നു, വീണ്ടും കരിക്കട്ട പോലെ കരിക്കുന്നു. 1000 കൊല്ലം തികഞ്ഞു, പടച്ച റബ്ബ് വീണ്ടും ഹയാത്താക്കി. ആ കുട്ടി പറയുന്നു, പടച്ചവൻ എന്റെ റബ്ബ്, ഖാലിഖായ എന്റെ റബ്ബ് ഒരിക്കലും ഇനി എന്നെ കരിക്കൂല. വീണ്ടും അതാ കരിയാൻ തുടങ്ങുന്നു. നാട്ടുകാരെ, 2 കാലുകൾ ഉണങ്ങിയ വിറകിൽ മണ്ണെണ്ണൊടിച്ച് തീ പിടിപ്പിച്ചാൽ എങ്ങനെയാണ്, അതുപോലെ 2 കാലുകൾ 1000 കൊല്ലത്തിന് ശേഷം വീണ്ടും അങ്ങ് കത്തുന്ന സമയം, യാ ഫത്താഹ് അൻത അർഹമുർ റാഹിബീൻ, അൻത അർഹമുർ റാഹിബീൻ, അൻത അർഹമുർ റാഹിബീൻ. 1000 കൊല്ലത്തിന് ശേഷം വീണ്ടും 2 കാലുകൾ അങ്ങ് കത്താൻ തുടങ്ങുമ്പോ, നരകമാകുന്ന ആളിക്കത്തുന്ന ജഹന്നമിൽ കിടന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ കണ്ണീർ, യാ അല്ലാഹ് അൻത അർഹമുർ റാഹിമീൻ, 3 പ്രാവശ്യം അല്ലാഹ് എന്ന് വിളിച്ച് കരയുമ്പോ
അല്ലാഹു പറയുന്നു, മലക്കുകളെ, ആ മനുഷ്യനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. 1000 കൊല്ലത്തിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നത്. അല്ലാഹുവിന്റെ മലായിക്കത്ത് പരസ്പരം സന്തോഷത്തോടെ അവന്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ യഖ്റുജു മിനന്നാരി ബഅദ അൽഫി ആമിൻ റജുലുൻ, 1000 കൊല്ലത്തിന് ശേഷം നരകത്തിൽ നിന്നൊരു പാവപ്പെട്ട മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിലേക്ക് വിടുമ്പോൾ കൂടെ കിടക്കുന്ന അയൽപ്പക്കത്തുള്ള അയൽവാസിയായ രണ്ടാമൽ വലൈതരീ കുന്തു ദാലിക റജുലാ, കൂടെ കിടന്നവൻ അതാ വീണ്ടും നരകത്തിൽ കടന്ന് ബന്ധളിയുന്നു, വീണ്ടും അതാ കരിഞ്ഞു പോകുന്നു, വീണ്ടും അല്ലാഹു ഹയാത്താക്കുന്നു. ആ മനുഷ്യനങ്ങ് കണ്ണീരൊടുക്കിക്കൊണ്ട് യാ റബ്ബൽ ആലമീൻ, നിന്നോട് വെറുത്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലാ, നിന്റെ മുത്തുനബിയോട് വെറുത്തുകൊണ്ടും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തില്ല, നിന്റെ ദീനാകുന്ന ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല റഹ്മാനേ. എന്റെ കൂടെ കിടക്കുന്നവരെ നീ സ്വർഗത്തിലേക്ക് വിട്ടല്ലോ, എന്നെയും കൂടെ യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ, എന്നെയും കൂടെ സ്വർഗത്തിലേക്ക് വിട്ടാൽ നിന്റെ ഖജനാവിൽ വല്ലതും കുറയുമോ? എന്നെ നരകത്തിലിട്ട് പൊരിക്കുന്നത് കൊണ്ട് നിനക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? എന്നെയും കൂടെ സ്വർഗത്തിലേക്ക് വിട്ടാൽ നിനക്ക് എന്താണ് നഷ്ടമാവുക? യാ ഫത്താഹ് ലാ തുഅദ്ദിബിനി ബികസ്റത്തി ദുനൂബി അൻത ഖാദിറുൻ അലാ അൻ തർഹമനി. പടച്ചവനെ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് എനിക്കൊന്നും നിന്റെ മുന്നിൽ എടുത്തു വെക്കാൻ എന്റെ കയ്യിലില്ല. ഭൗതിക ലോകത്ത് ജീവിച്ചപ്പോ ഞാനൊന്നും എടുത്തു വെച്ചില്ല. അതുകൊണ്ട് നിന്റെ മഹദ് ഫദ്ൽ അത് മുൻനിർത്തി എന്നെയും കൂടെ സ്വർഗത്തിലേക്ക് നീ അങ്ങ് വിടണേ റഹ്മാൻ. അല്ലാഹു പറയുന്നു, മലക്കുകളെ, ആ കുട്ടിയെ കൂടെ കൊണ്ടുപോയിക്കോളൂ സ്വർഗത്തിലേക്ക്. ആഖിറു അഹ്ലിന്നാരി ഖുറൂജാ, നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം രക്ഷപ്പെടുന്നൊരു കുട്ടിയാണ് ഈ മനുഷ്യൻ. വആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂലാ, സ്വർഗത്തിൽ ഏറ്റവും അവസാനം കിടക്കുന്നവനും ഈ വ്യക്തിയാണ്. ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യ മക്കളിൽ ഈ വ്യക്തിയാണ് അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്നത്. ഇനി ഒരാൾ സ്വർഗത്തിൽ കിടക്കാനില്ല സ്വഹാബത്തെ. ആ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന റഹ്മത്ത് കേൾക്കണോ? ലഹുദ്ദുനിയാ വഅശ്റതു അംസാലിഹാ, ദുനിയാവും ദുനിയാവിലെ 10 ഇരട്ടി അനുഗ്രഹങ്ങളും അല്ലാഹു ആ മനുഷ്യന് കൊടുക്കും. 1000 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിഞ്ഞ ആ മനുഷ്യനെ പടച്ച റബ്ബ് സ്വർഗത്തിലേക്ക് വിട്ടാൽ ലഹുദ്ദുനിയാ വഅശ്റതു അംസാലിഹാ, ആ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന റഹ്മത്ത് ദുനിയാവും ദുനിയാവിലെ 10 ഇരട്ടി അനുഗ്രഹങ്ങളും സ്വഹാബികളെ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്ന ആ മനുഷ്യന് സ്വർഗത്തിലെ ഖാദിമീങ്ങളെ കേൾക്കണോ? മിൻ 70 മലായിക, 70,000 മലക്കുകളാണ് ആ മനുഷ്യന് ഖാദിമീങ്ങളായി. വെള്ളം വേണോ, ഭക്ഷണം വേണോ, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? ആവശ്യത്തിന്റെ സമയത്ത് വന്ന് ചോദിക്കുന്ന 70,000 മലക്കുകളെ ഖാദിമീങ്ങളാക്കി അല്ലാഹു ആ മനുഷ്യന് നിയമിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി ഫീ ഖദ്ദി സുദ്ദി من الخلفاء خطان أسودان من بكائي
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അത് കേട്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് ഫീ ഖദ്ദി ഫാറൂഖ് മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി മിൻ ബുകാഇ. അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള രണ്ട് മുത്തുകളാണ് സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖ് തങ്ങളും. അവരോട് കരയുന്നത് യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്നവരിൽ ഞങ്ങൾ പെടൂലേ നബിയേ? ആ ലാസ്റ്റിൽ കിടക്കുന്നവൻ ഞാനാവില്ലേ? റസൂലുള്ളാഹ് സിദ്ദീഖിന്റെ മടിയിൽ കിടന്ന മുത്താണ്. ആ സിദ്ദീഖ് തങ്ങളെ പോലെയുള്ളവരാ പറയുന്നത്, ലാസ്റ്റ് സ്വർഗത്തിൽ കിടക്കുന്നവരിലെങ്കിലും ഞാൻ പെടില്ലേ നബിയേ? ആകാശത്തിലൂടെ പാറിക്കളിക്കുന്ന പക്ഷികളെ നോക്കി ഒരു പക്ഷി ഞാനായിരുന്നുവെങ്കിൽ എനിക്ക് ഈ കാണുന്ന ഭൂമിയിലെ സുഖ ലഭിക്കുമോ? ഒരു പുൽക്കൊടി എടുക്കുന്നു, ആ പുൽക്കൊടി എടുത്തുകൊണ്ട് ഈ പുൽക്കൊടി ഞാനായിരുന്നുവെങ്കിൽ എനിക്ക് കണ്ണീരെടുക്കേണ്ട ഗതിയില്ലല്ലോ. മഹാന്മാര് കണ്ണീരെടുക്കുന്നുവെങ്കിൽ സാധുക്കളാണ് നാട്ടുകാരെ നാം, പാവങ്ങളാണ് നാം. റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്ലീസിന്റെ 10 അനുയാ കൂട്ടുകാരും 10 മക്കളും അവർക്ക് സ്വർഗത്തിൽ കിടക്കാൻ പ്രയാസമാണ് തൗബ ചെയ്തില്ല എങ്കിൽ. അല്ലാഹു ഗഫാറാൻ, 100ഓളം വരുന്ന ആളുകളെ കൊന്നൊടുക്കിയ മനുഷ്യൻ അല്ലാ എന്ന് വിളിച്ചു കൊടുത്തു. 70 ചില്ലാനം പെൺകുട്ടികളെ അറുത്ത് കളഞ്ഞ ദീനിന്റെ പടയാളികളെ, 70 ചില്ലാനം പെൺകുട്ടികളെ അറുത്ത് കളഞ്ഞൊരു മനുഷ്യൻ അല്ലാ എന്ന് വിളിച്ച് കണ്ണീരൊടുക്കി തൗബ ചെയ്തു, സ്വർഗത്തിന്റെ ഉടമയാണ്. ആ മനുഷ്യന്റെ പേര് എന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. സാധുക്കളായ നാം ഖേദിക്കണോ? സാധുക്കളായ നാം നിരാശരാവണ്ട. എത്ര തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും അല്ലാ എന്ന് വിളിച്ച് തൗബ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും റസൂലുള്ളാഹി കൈയൊടിക്കൂല, അല്ലാഹു തആല അവരെ നരകത്തിലിടൂല്ല. അതുകൊണ്ട് ആ 10 മക്കളിൽ ഞാൻ പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പെടില്ല. പെട്ടതായി തോന്നുന്നുണ്ടോ? തൗബ ചെയ്യും. ഈ ഒരു മനസ്സ് കിട്ടാൻ വേണ്ടി പ്രസംഗിക്കുന്ന ഞാനടക്കമുള്ള നമുക്ക്, ഞാൻ എന്നോട് പറയുന്നു, കൂട്ടത്തിൽ ശബ്ദത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കേട്ടൽ ഉപകരിക്കുമെന്ന നീയത്തിലൂടെ ഞാൻ എന്നോടാണ് ഈ പറയുന്നത്. ഇബ്ലീസിന്റെ 10 മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹിന്റെ 10 കുട്ടികൾ അത് നമ്മളാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇബ്ലീസിന്റെ 10 മക്കൾ ഇത് പറയുമ്പോ ആരെങ്കിലും അവധിയിലൂടെ ഏതെങ്കിലും ഒരു കുട്ടിയെ ശൈത്താൻ പടപ്പിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ണീരൊടുക്കി ഇസ്തിഗ്ഫാർ ചെയ്ത് അവിടുന്ന് ദുആ ചെയ്ത അല്ലാഹ് കൊടുക്കൂല, ഒരാളെ അല്ലാഹ് കൊടുക്കൂല. ഖായിബാക്കില്ല, റബ്ബിന്റെ പാവപ്പെട്ട അടിമകളാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ റസൂലുള്ളാഹി പറഞ്ഞ ആ 10 കുട്ടികളെ കുറിച്ച് പെട്ടെന്ന് വായിക്കും. ഇബ്ലീസിന്റെ 15 ശത്രുക്കൾ, നമ്മൾ 10 മക്കളും അവന്റെ 15 ശത്രുക്കളും, അത് വിഷയത്തിൽ കൊടുത്തിട്ടില്ല. ഈ 10 പറഞ്ഞ് സമയം കിട്ടിയ 15 ശത്രുക്കളും പറയും. അങ്ങനെ ആയതുകൊണ്ട് 15 ശത്രുക്കൾ നമ്മുടെ വിഷയത്തിൽ കൊടുത്തിട്ടില്ല. ഇബ്ലീസിന്റെ 10 മക്കളെ കൊടുത്തു, 15 ശത്രുക്കളുണ്ട് ഇബ്ലീസിന്റെ. അപ്പോ 10ഉം 15ഉം 25 കുറിച്ച് പറയണം. 10 പറഞ്ഞ് ബാക്കി സമയം കിട്ടുന്നത് പോലെ നമുക്ക് 15 പ്രവേശിക്കാം. അല്ലാഹു തആല പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നല്ലൊരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലി ഇബ്ലീസ യാ മൽഊൻ. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി ശൈത്താനെ വിളിച്ചു, യാ ഇബ്ലീസ് യാ മൽഊൻ, ലഅനത്താക്കപ്പെട്ട പഹയനായ ഇബ്ലീസേ. റസൂലുള്ളാഹി വിളിക്കുക. നോക്ക് നിങ്ങൾ, നബിത്തങ്ങൾ വിളിക്കുന്നതന്നെ യാ മൽഊൻ, ലഅനത്താക്കപ്പെട്ട പഹയൻ ഇബ്ലീസേ, ലഅനത്തുല്ലാഹി അലൈഹി. നല്ല ഉറക്കെ ചൊല്ലിക്കോളി. ശൈത്താൻ പഹയൻ നമ്മളെ പഠിപ്പിക്കാൻ വരും. ഞാൻ എനിക്ക് കൂട്ടത്തിൽ ഇങ്ങനെ ശക്തിയായിട്ട് പറയുന്നു, യാ മൽഊൻ,
യാ ഇബ്ലീസ് ലഅനത്തുല്ലാഹ്, കാട്ടുകള്ളൻ, പഹയൻ. നോക്കൂ നിങ്ങൾ, ആ മൽഊനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹ് ചോദിക്കുന്നു, മൻ റുഫഖാഉക മിൻ ഉമ്മത്തി, എന്റെ പാവപ്പെട്ട മക്കളിൽ നിന്റെ മക്കൾ ആരൊക്കെയാണ്, നിന്റെ ഇഖ്വാനീങ്ങൾ ആരൊക്കെയാണ്? എന്റെ മക്കളിൽ, എന്റെ സമുദായത്തിൽ, എന്റെ ഉമ്മത്തിൽ, എടോ ശൈത്താൻ, നിന്റെ മക്കൾ ആരൊക്കെയാണ്? റസൂലുള്ളാഹ് ചോദിക്കുകയാണ്. ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, പഹയൻ പറഞ്ഞു, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഉറക്കെ ചൊല്ലി, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് പറഞ്ഞു അവിടുന്ന്, ഖാല അശ്റാ യാ മുഹമ്മദാ, മുഹമ്മദേ, നിങ്ങളുടെ ഉമ്മത്തിൽ എൻ്റെ മക്കൾ 10 ഉണ്ട്. റസൂലുള്ളാഹ് ചില താരീഖിന്റെ ഗ്രന്ഥങ്ങൾ കാണാം, നിങ്ങളുടെ ഉമ്മത്തിൽ എൻ്റെ മക്കൾ 10 ഉണ്ടെന്ന് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ കണ്ണീരൊടുക്കി. കാരണം നമുക്ക് വേണ്ടി വല്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്ന സമയം അസ്റായിലെ ഒന്ന് മെല്ലെ പിടിക്കണം, വല്ലാത്ത വേദനയുണ്ട്. യാ അസ്റായിൽ, മെല്ലെ പിടിക്കണം, വല്ലാത്ത വേദനയുണ്ട്. നബിയേ, യാ റസൂലല്ലാഹ്, ലോകത്ത് കോടിക്കണക്കായ ആളുകളുടെ റൂഹിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത്രയും ലളിതമായ ശാന്തമായ രൂപത്തിൽ ഒരാളെ റൂഹും ഞാൻ പിടിച്ചിട്ടില്ല നബിയേ. ആ സമയം റസൂലുള്ളാഹ് കരഞ്ഞു. അസ്റായിൽ ചോദിച്ചു, നബിയേ, എന്തിനാണ് അവിടുന്ന് കരയുന്നത്? എന്റെ അസ്റായിലേ, എന്റെ റൂഹ് പിടിക്കുമ്പോ ഈ വേദനയുണ്ട് എങ്കിൽ എന്നെ കാണുക പോലും ചെയ്യാത്ത എന്റെ പാവപ്പെട്ട മക്കൾ എന്റെ വഫാത്തിന് ശേഷം വരും. അവർ സാധുക്കളാ. എന്റെ വാള് കേൾക്കാനും എന്റെ കൂടെ നിസ്കരിക്കാനും ഭാഗ്യം ലഭിക്കാത്ത എന്റെ പൊന്നുമക്കൾ, ആ മക്കളുടെ റൂഹിനെ പിടിക്കുമ്പോ അവർക്ക് എത്ര വേദനയുണ്ടാകും. അസ്റായീൽ വല്ലാലി അജലി ഫാത്തിമ ബുനയ്യതി വല്ലാലി ആഇ ശബകതി മനിയതി, എന്റെ ഫാത്തിമാനെ ഓർത്തിട്ടല്ല അസ്റായീലേ ഞാൻ കരഞ്ഞത്. എന്റെ കരളായ ഫാത്തിമ, എന്റെ ആയിഷയുണ്ടല്ലോ, എന്റെ എല്ലാമായ എന്റെ ഖദീജയുണ്ടല്ലോ, വലാലി സുബ്തി യൽ ഹുസൈരി വൽ ഹസൻ ലാകിൻ ലി അജലി ഉമ്മത്തി യാ ഉമ്മത്തി, ലാകിൻ ലി അജലി ഉമ്മത്തി യാ ഉമ്മത്തി. അസ്റായിലേ, എന്റെ പാവപ്പെട്ട ഫാത്തിമാനെ, ഹസൻ ഹുസൈൻ എന്ന മക്കളെ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഈ സമയത്ത് ഞാനങ്ങ് കരഞ്ഞത് എന്റെ റൂഹ് പിടിക്കുമ്പോ ഈ വേദനയുണ്ട് എങ്കിൽ എന്നെ കാണുക പോലും ചെയ്യാത്ത ധാരാളം ഉമ്മവങ്ങന്മാർ ഈ ഭൂമിയിൽ വരുമല്ലോ. അവരുടെ റൂഹ് പിടിക്കുമ്പോ അവർക്ക് എത്ര വേദനയുണ്ടാകും. ആ പാവങ്ങളെ ആ സമയത്ത് സമാധാനിപ്പിക്കാൻ ആരുണ്ട്? അസ്റായീലേ. ഖാല റസൂലുള്ളാഹി, നമ്മ ഓർത്തുകൊണ്ട് വല്ലാതെ കരഞ്ഞുപോയ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ എന്റെ മക്കൾ 10 ഉണ്ട്. ഇത് പറഞ്ഞപ്പോ നബി തങ്ങളാണ് കരയുന്നത്. എന്താ ഉമ്മത്തിനോടുള്ള നമ്മോടുള്ള വല്ലാത്ത സ്നേഹമാണത്. ആരൊക്കെയാണ് ഇബ്ലീസേ? അവിടുന്ന് വിവരിക്കുന്നു, അവ്വലുഹും സുൽത്താനുൽ ജാഇറുൽ. ഒന്നാമതായി ഈ 10 നമുക്കിങ്ങനെ നാട്ടുഭർത്താനായിട്ട് പറയാൻ കഴിയണം കേട്ടോ. ഇബ്ലീസിന്റെ 10 മക്കളെ നമുക്കിങ്ങനെ പറയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ ആമീൻ പറഞ്ഞോളി. ഈ പഹയെന്ന് സദസ്സിൽ വരരുത്, അതുകൊണ്ട് നല്ലോണം ആമീൻ പറഞ്ഞോളി. ഇബ്ലീസിന്റെ 10 മക്കളിൽ ഒന്നാമതായി പഹയൻ പറഞ്ഞത്, എന്റെ ഒന്നാമത്തെ മോനാരാണെന്നറിയുമോ? സുൽത്താനുൽ ജാഇറുൽ, അക്രമിയായ ഭരണാധികാരിയാൻ. പാവപ്പെട്ട മനുഷ്യരെ കൊന്നെടുക്കുന്ന, പാവങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന, പാവങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അക്രമികളായ ഭരണകർത്താക്കൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ എന്റെ മക്കളാണ്. അക്രമികളായ ഭരണകർത്താക്കൾ. وقد تخلل في
أثناء لحيته منها الدخان وفوه غاب فيها يستقبل النار خوف النار في غده والعين من خشية سالت معطيها. ഇസ്ലാമിക ലോകത്തെ രണ്ടാമത്തെ ഖലീഫയായ അന്നത്തെ ഭരണാധികാരി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് കൂട്ടുകാരെ ശിക്ഷകണങ്ങളെ വിളിച്ച് വീട് വിടാന്തരം നടക്കും പാതിരാ സമയത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? രാത്രിയുടെ പകുതി കഴിഞ്ഞു. ഉമ്മമാരെ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ കിസ്റ കൈസർ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച നേതാവാണ്. 8ഓളം രാഷ്ട്രത്തിന്റെ അധിപനാണ്. ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അബൂ തുൽഹത്തിനെ പോലെയുള്ള കൂട്ടുകാരെയും വെച്ച് വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നു. പാതിരാ സമയം ഒരു വീട്ടിൽ നിന്ന് തേങ്ങിക്കരച്ചിൽ, ചെറിയ കുട്ടികളുടെ തേങ്ങിക്കരച്ചിൽ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, തുൽഹത്തെ പോയി നോക്കി, എന്താണ് ആ മക്കൾ കരയുന്നത്? എന്തിനാണ് ആ പൊന്നുമക്കൾ അവിടെ കരയുന്നത്? ചെന്നു നോക്കുമ്പോ ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ സാധു മക്കൾ കണ്ണീരൊടുക്കുന്നു. അബൂ തുൽഹത്ത് എന്നവരെ പറഞ്ഞു, ഉമ്മാ. നേരെ അടുക്കളയിലേക്ക് വിളിക്കുന്നു. എന്തിനാ കുട്ടികൾ കരയുന്നത്? ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ടാണ്. രാജ്യം ഭരിക്കുന്ന ഉമർ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ ഉമ്മാ? രാജ്യം ഭരിക്കുന്ന ഉമർ നിങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? എന്ത് ഉമർ മോനെ? യതവല്ല ഉമൂറനാ വയഗ്ഫിലു അന്നാ. അവർക്ക് വോട്ടിന് വേണ്ടി വല്ലാതെ പല അഭിലാഷങ്ങളും പല മോഹങ്ങളും മോഹിപ്പിച്ചുകൊണ്ട് ഒരു വോട്ട് കിട്ടാൻ വേണ്ടി ഓടി നടക്കും. കിട്ടേണ്ടത് കിട്ടിയാൽ പിന്നെ സാധുക്കളെ ഓർമ്മയുണ്ടോ? നോക്കൂ നിങ്ങൾ, യതവല്ല ഉമൂറനാ വയഗ്ഫിലു അന്നാ. ഒരു പഞ്ചായത്ത് മെമ്പറാണോ, ഒരു MLA ആവണോ? ആവുന്നതിന് മുമ്പ് എത്ര വീടുകളാണ് കയറിറങ്ങുന്നത്? ആയിക്കഴിഞ്ഞാൽ അവരൊന്ന് സന്തോഷത്തോടെ നന്ദി കാണിക്കാൻ വേണ്ടി അങ്ങാടികളുടെ പരസ്യ സ്റ്റേജുകൾ പ്രത്യക്ഷപ്പെടുകയല്ലാതെ പിന്നെ വീടുകളിൽ കയറിറങ്ങുമോ? ആ മദീനക്കാരിയായ ഉമ്മയാണ് പറയുന്നത്, യതവല്ലാ ഉമൂറനാ വയഗ്ഫിലു അന്നാ. പല വാഗ്ദത്തങ്ങളും ചെയ്യും, പക്ഷേ MLA ആയാൽ, മന്ത്രിയായാൽ, ഭരണാധികാരിയായാൽ പിന്നെ അവര് ആ വാഗ്ദത്തം ചെയ്തതൊക്കെ മറന്നുപോകും. ഉമർ ഞങ്ങൾ അറിയൂല മോരെ. നാട്ടുകാരെ, അബൂ തുൽഹത്ത് ഓടി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അവിടുന്ന് കരയാൻ തുടങ്ങി. നേരിൽ കേട്ടു, തുൽഹത്തെ ആ ഉമ്മ എന്താ പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, യാ ഇമാമൽ മുത്തഖീൻ. തങ്ങളെ എന്തു ഉമർ എന്ന് അവർ ചോദിക്കുന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പാതിരാ സമയത്തോടുന്നു. അവിടുന്ന് കുട്ടികൾക്ക് വേണ്ടുന്ന അരികളും ഗോതമ്പുകളും പൊടികളും ഒക്കെ എടുത്തിട്ട് തുൽഹത്തിനോട് പറയുന്നു, തുൽഹത്തെ ഇത് എന്റെ തലയിലേക്ക് നിങ്ങൾ വെച്ചു തരോ? ബഹുമാനപ്പെട്ട എന്റെ ഉമ്മമാരെ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊക്കിയിട്ട് പൊങ്ങുന്നു, പക്ഷെ പൊങ്ങുന്നില്ല. തുൽഹത്തിനോട് പറയുന്നു, ഇത് എന്റെ തലയിലേക്ക് നിങ്ങൾ വെച്ചു തരുമോ? മഹാനായ തുൽഹത്ത് എന്നവര് പറഞ്ഞു, അന്ത അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ തലയിലേക്ക് വെച്ചു തരൂ. നിങ്ങൾ രാജാവാണ്. ഞങ്ങൾ ഇവിടെ പൊക്കിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ മുന്നിൽ നടന്നാൽ മതി. ഉടൻ തന്നെ അവിടെ നിന്ന് പറയുന്നു, തുൽഹ യാ തുൽഹ അതഹ്മിലു മിന്നി വിസ്രി യൗമൽ ഖിയാമ യാ തുൽഹ. തുൽഹത്തെ, ഈ ഭരണാധികാരിയായ എന്റെ അല്ലാഹു തആല മഹ്ശർ എന്ന തലത്ത് വെച്ച് എന്റെ ദോഷങ്ങളാകുന്ന ശിക്ഷകളാകുന്ന ചുമടുകൾ എന്റെ തലയിലേക്ക് വെക്കുമ്പോൾ ഞാനത് പേറിക്കൊള്ളാമെന്ന് നിങ്ങൾ പറയുമോ തുൽഹ? സാധിക്കില്ല തുൽഹത്തെ, അത് ഞാൻ തന്നെ ചുമക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇത് എന്റെ തലയിലേക്ക് വെച്ച് തരണം. ഉമ്മമാരെ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ
ആ ചുമട് പൊക്കിയിട്ട് 8ഓളം രാഷ്ട്രത്തിന്റെ അധിപനായ ഉമറാണ് മെല്ലെ മെല്ലെ പോകുന്നത്. പൊക്കിയിട്ട് പൊങ്ങുന്നില്ല, നടക്കാൻ വയ്യ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ മെല്ലെ പോകുന്നു ആ വീട്ടുമുറ്റത്ത്. മക്കളോട് പറയുന്നു, മക്കളെ ഉമ്മയോട് അടുക്കളയിൽ നിന്ന് മാറി നിൽക്കാൻ പറയണം. ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അടുക്കളയിൽ ചെന്ന് പത്തിരി ചുട്ടുകൊടുക്കുന്നു, ചപ്പാത്തി ചുട്ടുകൊടുക്കുന്നു. ആ ചോര പൈതലുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു. വയറ് നിറയോളം മഹാനായ ഉമറുൽ ഫാറൂഖ് കടിപ്പിച്ചിട്ട്, മക്കളെ ഇത് ഉമ്മാക്ക് കൊടുക്കണം. എന്നിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഉമ്മാ വല്ല വിഷമം അനുഭവിക്കുന്നുവെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഉമറിനോട് നിങ്ങൾ അറിയിക്കണം കേട്ടോ. അടുക്കള മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് ആ മക്കളുടെ പൊന്നുമ്മ, മോനെ ഉമർ പോയി പണി നോക്കട്ടെ. ഉമർ എന്താ ഉമറിനോട് പറയില്ല. പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞങ്ങൾക്കറിയില്ല, നിങ്ങളോട് ഞങ്ങൾ പറയാം. ആ ഉമറുൽ ഫാറൂഖ് കണ്ണീരോടെ പറഞ്ഞു, ഉമ്മ അന ഉമർ അന ഖലീഫ അന അമീറുൽ മുഅ്മിനീൻ. ഞാൻ അറിയൂല ഉമ്മ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഞാനാണ് രാജ്യം ഭരിക്കുന്ന ഉമറുൽ ഫാറൂഖ്. ആ സമയത്ത് ആ ഉമ്മ കണ്ണീരൊടുക്കിക്കൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ദുആ ചെയ്യുന്നു. നാട്ടുകാരെ, ഭരണാധികാരിയാണോ, ഒരു MLA ആണോ, ഒരു പഞ്ചായത്ത് മെമ്പറാണോ, പാവങ്ങളുടെ കണ്ണീരപ്പാൻ ആ മനുഷ്യൻ വല്ലതും കണ്ടില്ല എങ്കിൽ അല്ലാഹു ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ മനുഷ്യനെ വെറുതെ വിടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഇബ്ലീസ് പറയുന്നത്, ഒന്നാമത്തെ എന്റെ മകൾ സുൽത്താനുൽ ജാഇറുൽ, അക്രമിയായ പാവങ്ങളുടെ കണ്ണീരപ്പാൻ മനസ്സില്ലാത്ത അക്രമിയായ ഭരണാധികാരികൾ, അവരെല്ലാം എന്റെ മക്കളാണ് നബിയേ. ശൈത്താൻ പറയാ ഒന്ന്. രണ്ടാമതായി പറയുന്നു, അഹംഭാവിയായ കിബിർ കാണിക്കുന്ന മുതലാളിയാണ്. യാ റസൂലല്ലാഹ്, ഒരു കിബിർ കാണിക്കുന്ന അഹംഭാവിയായ മുതലാളി അത് എന്റെ രണ്ടാമത്തെ മകനാണ്. നഊദു ബില്ലാഹ്. അഹംഭാവിയായ മുതലാളിയാകുന്നതിന് കുഴപ്പമില്ല. അല്ലാഹു തആല എത്രയാ നിഅമത്തുകൾ കൊടുത്തുപോയത് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ. നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹ് കൊടുത്തതിന് കണക്കുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുതലാളിയാകുന്നതിന് കുഴപ്പമില്ല, അത് അല്ലാഹ് കൊടുക്കുന്ന റഹ്മത്താണ്. അല്ലാഹു ചില ആളുകൾക്ക് കൊടുക്കുന്ന റഹ്മത്താ. പക്ഷേ അവൻ മുത്തക്കബ്ബിറാവരുത്, മുത്തവാദി ആവണം, വിനയമുള്ള മുതലാളിയാവണം. മുതലാളിയാണോ അല്ലാഹു കൊടുക്കുന്ന നിഅമത്താണ്. ഒരിക്കൽ സ്വഹാബികൾ വന്നുകൊണ്ട്, നബിയേ, ആ ഉസ്മാൻ തങ്ങളെപ്പോഴും ചൂണ്ടിട്ടവൻ അവരൊക്കെ മുതലാളിമാരാ, അവരൊക്കെ പാവങ്ങൾ എത്ര സഹായിക്കുന്നു, ഞങ്ങൾക്കതിന് കഴിയുന്നില്ല. അപ്പൊ അവരുടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കണ്ടേ, അതുപോലത്തെ പദവി ഞങ്ങൾക്ക് കിട്ടണം, അതിനെന്തെങ്കിലും പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങള് സുബ്ഹാനല്ലാഹ് ഓരോ വഖത്ത് നിസ്കാര ശേഷം ഇന്ന ദിക്റ് ഇന്നതൊക്കെ ചൊല്ലിക്കൊള്ളുന്നവർ. ഈ പാവപ്പെട്ട സ്വഹാബികളൊക്കെ ചൊല്ലാൻ തുടങ്ങി. ഉസ്മാൻ തങ്ങളൊക്കെ അല്ലേ മെല്ലെ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ചൊല്ലണോ ചോദിച്ചു. ഉസ്മാൻ തങ്ങൾ കാരണം ചോദിച്ചാൽ പിന്നെ ഇൽമു പറഞ്ഞു കൊടുക്കണല്ല, നിങ്ങൾ എന്താ ചൊല്ലണോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളൊക്കെ മുതലാളിമാരല്ലേ, നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹ് തന്നതിൽ നിന്ന് കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പാറിക്കളിക്കാൻ അവസരം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ കയ്യിലില്ല. ഞങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അപ്പൊ ഞങ്ങൾക്ക് ഇന്നതൊക്കെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഉസ്മാൻ തങ്ങൾ വിടുവോ? ഉസ്മാൻ തങ്ങൾ പള്ളിയുടെ മൂല ഇരുന്ന് ചൊല്ലാൻ തുടങ്ങി. റസുമാനങ്ങൾ ചെല്ലാൻ തുടങ്ങി. അപ്പൊ സ്വഹാബത്ത് പാവങ്ങൾ ഓടിച്ചെന്നു, നബിയെ അത് അവരും ചെല്ലുന്നുണ്ട്. നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞല്ലോ, മൂന്നാമത്തെ പപ്പടം അളിയാക്കെടുത്തു ആ ശൈലിയിൽ. നബിയെ ഇത് വെറും ചെല്ലാൻ തുടങ്ങി. അപ്പൊ വതബസ്സമ റസൂലുള്ള പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബത്തെ അല്ലാഹ് കൊടുക്കുന്ന റഹ്മത്താണത്. ചില ആളുകൾക്ക് അല്ലാഹ് നിഅമത്ത് കൊടുക്കും, അതിന് അല്ലാഹ് എന്ത് കൊടുത്താൽ അവർക്ക് പള്ളിയിൽ വരെ സമയമല്ല, ജമാഅത്തിന് കൂടെ സമയമല്ല. അത് പറയാൻ കഴിയൂല, അത് പറയൂല. എന്ത് കൊടുത്താലും ശരി കൃത്യ ടൈമിന് ജമാഅത്തിന് പള്ളിയിലുണ്ടാവും. ഇനി അത് കച്ചവടം തടസ്സല്ല, മുതൽ തടസ്സല്ല,
പണം തടസ്സല്ല. അത് വേറൊന്ന്, പണം എന്നുള്ള വേറെ. ഇന്ന് കണ്ണടഞ്ഞതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നബി സ്വഹാബികളെ അല്ലാഹു തആല ചില ആളുകൾക്ക് കൊടുക്കുന്ന റഹ്മത്താണത്. ഖാല റസൂലുള്ളാഹി മാഷാ അല്ലാഹ്. സുലൈമാൻ നബിക്ക് അല്ലാഹ് കൊടുത്ത നിഅമത്തൊക്കെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് എത്രയാ കൊടുത്തത്. ഏക്കറ കണക്കൊന്നല്ല, ഏക്കറന്ന് പറയാൻ പറ്റൂല. എല്ലാം കൊടുത്തപ്പോ ഒരു മോഹട്ടാ സുലൈമാൻ നബിക്ക്. അങ്ങനെ ഉണ്ടല്ലോ ചില മുതലാളിമാർക്ക് എത്ര കൊടുത്താലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഒന്നും മറക്കൂല, ഖൈറാത്തുകളൊന്നും മറക്കൂല. ചില ആളുകളോ നോക്കിങ്ങൾ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു സാധു കുടുംബം, പച്ചക്ക് ചെറിയ ചെറ്റക്കുടിൽ, ആ ചെറ്റക്കുടിലുള്ള മനുഷ്യനെ പിന്നീട് വലിയൊരു മുതലാളിയായി. അപ്പൊ നോക്കുമ്പോ ചില ആളുകൾ മുതലാളിയായി നോക്കുമ്പോ ഒരു വീട്ടുകാരന് വീട്ടിൽ ആളില്ല. മുത്താലിമിന് ഒരു നേരത്തെ ഭക്ഷണം, വീട്ടിൽ ആളില്ല. മുതലാളിയാളൊരു ഗുണാണത്, വീട്ടിലാളില്ല. വേറെ അതേപോലെ മുതലാളിയെ മറ്റൊരു മനുഷ്യൻ, അയാളെ വീട്ടിൽ 8-10 കുട്ടിയാണ്, 8-10 കുട്ടികൾ ഭക്ഷണത്തിന് പോവുക. ആ നിഅമത്ത് പോലെയുള്ള ഇപ്പുറത്തുള്ള ആളോ, ഇയാൾ വരെ വീട്ടിൽ ആളില്ല. ഇനി മാസത്തിലോ 2 മാസം കൂടുമ്പോ ഉസ്താദുമാർക്കൊരു ചെറിയ ഭക്ഷണത്തിന്റെ, നമ്മളുണ്ടല്ലോ ഒരു ഭക്ഷണം വരുന്ന ദിവസം ഉണ്ടല്ല, അന്ന് ഹോട്ടലിൽ ഏൽപ്പിക്കും മുതലാളിയുടെ വീട്ടിൽ നിന്ന്. പാവങ്ങൾ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ചെയ്യും. ഒരു മുതലാളിയാണ് ഹോട്ടലിൽ ഏൽപ്പിക്കും. ഇന്ന് സമയമല്ല, എന്നാ വീട്ടുകാർക്ക് സമയമുണ്ടാ? വീട്ടുകാർക്ക് അത്രയില്ല. ഇത് ആണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലട്ടെ, ഈ ബർക്കത്തെ പറഞ്ഞാൽ മതി. ആണുങ്ങളെ പറയാൻ പറ്റൂല. നിങ്ങള് നാളെ ഉസ്താദിന്റെ ചെലവല്ലേ, ഉസ്താദ്മാരെ ചെലവല്ലേ, ഇവിടെ എന്തൊക്കെ, ഞാനിപ്പോ എന്താ, എനിക്കാണ് സുഖമില്ല. അത് കേൾക്കുമ്പോ തന്നെ ആണും കുടുങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ, നമുക്ക് വല്ലതും ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പൊ അങ്ങനത്തെ അവസ്ഥകൾ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് മാഷാ അല്ലാഹ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല വല്ലാത്ത നിഅമത്ത് കൊടുത്തു. ആ നിഅമത്തങ്ങ് കൊടുത്തപ്പോ സുലൈമാൻ നബിക്ക് ഒരു ആഗ്രഹം, പടച്ചവനെ നിന്റെ എല്ലാ അടിമകൾക്കും ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊടുത്തോട്ടെ. അള്ളാഹു പറഞ്ഞു, സുലൈമാൻ നബിയെ കഴിയൂല തങ്ങളെ, എന്റെ മുഴുവൻ അടിമകൾക്കും ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കഴിയൂല നബിയേ. സുലൈമാൻ നബി പറഞ്ഞു, പടച്ചവരെ നീ എത്ര എനിക്ക് തന്നത്, എന്നാ ഏതെങ്കിലും ഒരു വീട്ടരത്തിന്, ഒരു കൂട്ടർക്ക്, നിങ്ങൾക്ക് ആരെ താല്പര്യമുള്ള കടലിലെ സമുദ്രത്തിലെ ജീവികൾക്കൊക്കെ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം. അല്ല പറഞ്ഞു, ഉമ്മമാരെ കേട്ടോളി, അല്ല പറ നിങ്ങളിഷ്ടല്ലേ കൊടുത്തോളി നബിയേ. കൊടുക്കാൻ ഒരുങ്ങിയില്ലേ, പിറ്റത്തെ ദിവസം 1000 കിലോമീറ്റർ തൂരൻ അറലൻ വല്ലാത്ത വിശാലമായ രൂപത്തിൽ ഭക്ഷണം കുന്നുകൂട്ടി വെച്ചു. അപ്പോ അല്ല ചോദിക്കുക, സുലൈമാൻ നബിയെ സമയമായോ? ആ പാവങ്ങൾ ഭക്ഷണത്തിന് മുട്ടിയിരിക്കുന്നുണ്ട്, സമയമായോ? അപ്പൊ നമ്മൾ പറയില്ല കറിയും കൂടി ആവട്ടെ, ചിലപ്പോ പപ്പടം പൊരിക്കട്ടെ എന്നൊക്കെ പറയില്ലേ, എന്നാലും കറിയും കൂടി ആവട്ടെ. അങ്ങനെ കറിയായി. കറിയും കൂടി ആയപ്പോ ഇപ്പൊ റെഡിയായോ? എല്ലാം റെഡി, കറിയും റെഡി, ഭക്ഷണം റെഡി, പപ്പടും റെഡി. പപ്പടം അന്നത്തെ പപ്പടാട്ടെ, സംശയം ചോദിക്കൊന്നും വേണ്ട. അപ്പൊ പപ്പടും റെഡി, അപ്പോ എല്ലാം റെഡി. അത് സുലൈമാൻ നബി പറയാ അള്ളാഹുവിനോട്, റബ്ബേ വിട്ടോളൂ നിന്റെ അടിമകളെ, കടലിലെ ജീവികളെ. നാട്ടുകാരെ, ഒരൊറ്റ മത്സ്യം, ഒരു ജീവി യഥാ സമുദ്രത്തിൽ നിന്ന് വരുന്നു, കടലിൽ നിന്ന് വന്നുകൊണ്ട് ആ കാണുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ മുഴുവനും ഒരു പിടുത്തം. എന്നിട്ട് ആ ജീവി പറയാ, സുലൈമാൻ നബിയെ അകത്തെ പള്ളി കൂടെ കൊതു പാറിയ പോലെ ഒന്നും ആയിട്ടില്ലട്ടാ, ഒന്നും ആയിട്ടില്ല. നിങ്ങളല്ലേ എന്റെ ഉച്ചഭക്ഷണം ഏറ്റെടുത്തത്, നിങ്ങളല്ലേ. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ നബി അന്താളിക്കുന്നേ. പിന്നെ തുരുതുരാ, നമ്മുടെ നാട്ടുഭാഷ പോലെ തുരുതുരാ, എന്താ പറയാ, തേനീച്ച കൂട് പോലെയാണ്, മത്സ്യങ്ങൾ വരുന്നേന്ന്. സുലൈമാൻ, നിങ്ങളല്ലേ നമ്മളെ ഭക്ഷണം ഏറ്റെടുത്ത്, ഇവിടെ ഉള്ളതൊക്കെ ഒരു ജീവി കൊണ്ടുപോയി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിബീൻ. തൗബ ചെയ്തു. സുലൈമാൻ നബി പറയാ, പടച്ചവനെ നിന്റെ അടിമകൾക്ക് നിനക്കല്ലാതെ കൊടുക്കാൻ കഴിയൂലട്ടാ, ലോകത്താർക്കും കഴിയൂല. സുലൈമാൻ നബിക്ക് അല്ലാഹ് കൊടുത്ത നിഅമത്താണ്, കണക്കും കഴിയില്ല. ചില ആളുകൾക്കുണ്ടാവും. അല്ലാഹു തആല കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഓ ചെറുപ്പക്കാരെ, ബിസിനസ്സുകാരായ എന്റെ സഹോദരങ്ങളെ, എത്ര നല്ല അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ എന്ത് നടത്തിയാലും, അതിലൂടെ എത്ര നല്ല നിഅമത്ത് നൽകിയാലും അത് അനുഗ്രഹമാണ്, സന്തോഷമാണ്. പക്ഷേ അഹംഭാവം കാണിക്കരുത്. ഒരു ചെറിയ പെട്ടിക്കടയാണോ തുടങ്ങിയത്,
തുണിഷോപ്പാണോ തുടങ്ങിയത്, ഒരു ചെരുപ്പ് കടയാണോ തുടങ്ങിയത്, എന്താണ് എങ്കിലും അല്ലാഹു എന്റെ പൊന്നുമക്കളെ പോറ്റാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ആ നീയത്ത് വെച്ചാൽ ആ പെട്ടിക്കടയിൽ പ്രവർത്തിക്കുന്നത് ഇബാദത്താണ്. മുസ്ലിമീങ്ങളെ, ആ ചെരുപ്പ് കടയിൽ എത്ര മണിക്കൂറാണ് നിൽക്കുന്നത്, അത് ഇബാദത്താണ്. ഇബാദത്താണ്. കച്ചവടം അത് ബർക്കത്താണ്. അല്ലാഹുവിന്റെ വജ്ഹ് ലക്ഷ്യം വെച്ചാൽ, എന്നിട്ട് അത് കാരണമായി അല്ലാഹു നിഅമത്ത് നൽകി മുതലാളിയായോ, അഹംഭാവിയാവരുതേ. ഖാല റസൂലുള്ളാഹി. അഹംഭാവിയാണോ അവൻ? ഇബ്ലീസിന്റെ മോനാണ് അഹംഭാവി എന്ന് പറഞ്ഞ വല്ലാത്ത കിബിറ്. അല്പ 10 റുപ്യ കിട്ടിയപ്പോഴേക്ക് പണ്ട് കാലത്തെ കണ്ട് ഈ കഴിവില്ലാത്ത ആളുണ്ടല്ല, ചെരുപ്പിട്ട് കഴിവുള്ളവരുടെ കൂടെ നടക്കാൻ പാടില്ല, അവിടെ വീടിന്റെ അരികിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ആ കാലം പോയി. ഇപ്പൊ ചിലപ്പോ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എൻ്റെ അടുത്തുണ്ട് കയറി ഒന്നും ഉണ്ടാകില്ല, എന്നാലും പറച്ചില് ചോറയ്ക്കാൻ അങ്ങനത്തെ കാലാണ്. പക്ഷെ എന്തിനും വകവെച്ചു കൊടുക്കാത്തൊരു കാലം. അതുകൊണ്ട് തന്നെ മുതലാളിമാര് അഹംഭാവം കാണിച്ചാൽ സാധാരണക്കാർ വിടുന്നില്ല. മഹിമ പറയ, തറവാടിന്റെ മഹിമ, കാശിന്റെ മഹിമ, പൊരിമ പറയ. മുത്തക്കബ്ബിറായ മുതലാളി, അയാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബ്ലു തീയം വനായരു വആശാരി മുശാരി വമണ്ണാനു പാണനു വകയപ്പാനു ചട്ടിയും വനായാടി പറയരു. പൊടിയങ്കോട് ഉമർ ഖാദി തങ്ങൾ, അല്ലാഹുവേ ഇവിടുത്തെ തറജേറ്റി കൊടുക്കണേ അല്ലാ. ഉമ്മമാരെ, ഉമർ ഖാദി ഉപ്പാപ്പ പറയാ, ഒരു പെണ്ണിന്റെ മാപ്പിള ഗൾഫ് പോകുമ്പോഴേക്കും പെണ്ണിന്റെ അങ്ങനെ പൊക്കേ, അതാ പൊങ്ങച്ചി എന്നാ പറയാ. അതിന്റെ ഒരു ചീയും കൂടെ കൂടവരാകുമ്പോ പൊങ്ങച്ചി എന്ന് പറയും. ഒരു പെണ്ണിന്റെ മാപ്പിള ഗൾഫിലെത്തുമ്പോഴേക്കും അവളൊരു ഹുങ്ക്, അവളൊരു നടത്തം, അവളൊരു പളപളപ്പ്, എന്തൊരു ശൈലിയും. നോക്കൂ നിങ്ങൾ, എവിടെയാണ് പെണ്ണേ നിനക്ക് തറവാടിന്റെ മഹിമ പറയാനുള്ളത്? അയാ ഫാഖിറം ബിൻ നസബി, തറവാടിന്റെ മഹിമ പറയുന്ന, പണത്തിന്റെ കൊടുപ്പ് കൊണ്ട് പത്രാസ് പറയുന്ന പെണ്ണേ, നിന്റെ ഭർത്താവ് ഗൾഫിലായത് കൊണ്ടാണോ, നിന്റെ ചെറിയ മോൻ ഗൾഫിലായത് കൊണ്ടാണോ, നിന്റെ ആങ്ങള ഗൾഫിലായത് കൊണ്ടാണോ നീ മഹിമ പറയുന്നത്? കൈഫ തഫാഖുറു, ആരോട് പറയും പണ്ടേ നിന്റെ മഹിമ? വഅസ്ലുകുമു മിൻ ഖബ്ലു തീയം വനായരു. ഒന്ന് നോക്കൂ നിന്റെ മോളെ, നിനക്ക് നിന്റെ ബാപ്പയുടെ പേര് പറയാൻ കഴിയുമല്ലോ? ഉപ്പാന്റെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ, 4 ഉപ്പയുടെ പേര് പറയാൻ കഴിയോ പെങ്ങളെ? 5ാമത്തെ ബാപ്പ പറയും ഉപ്പ, എന്റെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ. 5ാമത്തെ ബാപ്പയുടെ പേര് പെങ്ങളെ നിന്റെ നാവിലൂടെന്ന് പറയട്ടെ. നിനക്ക് കഴിയോ ഇല്ലേ? വഅസ്ലുകുമു മിൻ ഖബ്ലു തീയം വനായരു വആശാരി മുശാരി വമണ്ണാനു പാണനു വകയപ്പാനു ചട്ടിയും വനായാടി പറയരു. അങ്ങ് പോയാലേ ഉപ്പ, പനപ്പ, പിന്നെ അങ്ങനെ പോകും. ഈ പറയപ്പെട്ട കബീലയിലേക്ക് അങ്ങനെ പോകും. ഇതല്ലേ നിന്റെ അവസ്ഥ? മഹാനായ ഉമറുൽ ഖാദി, ബർക്കത്തുൽ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഉമർ ഖാദി തങ്ങൾ വലിയ മഹാനാണ്. ഉമർ ഖാദി തങ്ങളാ പറയുന്നത്, തറവാടിന്റെ മഹിമ പറഞ്ഞ് ഒരു പെണ്ണും അഹങ്കരിച്ചുകൊണ്ട് നടക്കണ്ട, അല്ല വിടൂല, റോട്ടിൽ വെച്ച് നിന്നെ പിടിക്കും റബ്ബ്. അഹംഭാവികളെ റോഡുകൾ വെച്ച് തന്നെ പിടിക്കും. അഹംഭാവികളല്ല വിടില്ല. മുത്തക്കബ്ബിറുൻ, കിബിർ കാണിക്കുന്ന മുതലാളി. 3ാമതായി പറയുന്നു താജിറുൽ ഖായിനുൻ, ചതിയന്മാരായ കച്ചവടക്കാർ. ചതിയന്മാരായ കച്ചവടക്കാർ, കച്ചവടക്കാരുടെ ചതിയും ബ്രോക്കർമാരുടെ വഞ്ചനയും. ഞാനൊരു സീഡിയൻ ഇറക്കിയിട്ടുണ്ട്. കച്ചവടക്കാരുടെ ചതിയും ബ്രോക്കർമാരുടെ വഞ്ചന. ഇന്നാലില്ല, കള്ള ബ്രോക്കർമാര് പെരുകിയ കാലമാണ്. ബ്രോക്കർമാരുടെ പെരുക്ക് ഭൂമിക്ക് നാശമായിരിക്കുകയാണ്. ഭൂമി വരെ കണ്ണീരൊടുക്കുന്ന അവസ്ഥയിലാണ് ഈ കള്ള ബ്രോക്കർമാരുടെ പെരുക്കുകൊണ്ട്.
നോക്കൂ നിങ്ങൾ, കച്ചവടക്കാരുടെ ചതി, ബ്രോക്കർമാരുടെ വഞ്ചന പെരുകിയ കാലമാണ് നാട്ടുകാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കള്ള ബ്രോക്കർമാരും ചതിയന്മാരായ കച്ചവടക്കാരും ഇബ്ലീസിന്റെ മൂന്നാമത്തെ മക്കളാണ്. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. നല്ലൊരു ഇബാദത്തിന്റെ ഭാഗമാണ് കച്ചവടം, നല്ലൊരു സഹായത്തിന്റെ ഭാഗമാണ് ബ്രോക്കർ പണിയും. ബ്രോക്കർ എന്ന് പറയുന്ന ആ ജോലിയെ എതിർക്കുന്ന മുസ്ലിയാരല്ല ഈ വിനീതൻ. കാരണം ബ്രോക്കർമാരെ കൊണ്ട് നീയത്ത് നന്നാക്കിയ നല്ല നല്ല ഹാജിമാരായ ബ്രോക്കർമാർ, അവരെ കൊണ്ട് നാടിനത്ര പാവങ്ങൾക്കത്ര ഉപകാരം നടന്നിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾ വീട് നിറയെ നിറഞ്ഞു കിടക്കുന്ന പാവങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടാക്കി കൊടുത്ത എത്ര നല്ല നല്ല ബ്രോക്കർമാരുണ്ട്. വീടില്ലാതെ വിഷമിച്ച് കണ്ണീരൊടുക്കുന്ന പാവങ്ങൾക്ക് 4 or 5 സ്ഥലം ഉണ്ടാക്കിക്കൊടുത്ത് അത് നല്ല രൂപത്തിൽ വാങ്ങിക്കൊടുക്കുന്ന എത്ര നല്ല ഇഖ്ലാസുള്ള ആ കുടുംബം രക്ഷപ്പെടട്ടെ, ആ പാവങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധുക്കൾക്ക് സ്ഥലമുണ്ടാക്കി കൊടുക്കുന്ന, സ്ഥലം വാങ്ങിക്കൊടുക്കുന്ന, സ്ഥലം കച്ചവടം ചെയ്തു കൊടുക്കുന്ന വലിയ വലിയ തുകകൾക്ക് പറഞ്ഞ് ആളുകൾ പറ്റിക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട ബ്രോക്കറായ ഇഖ്ലാസുള്ള ഹാജിയാർ, ഇഖ്ലാസുള്ള ചെറുപ്പക്കാർ അതിൽ ഇടപെട്ടുകൊണ്ട് കാശൊക്കെ കുറപ്പിച്ച് പാവങ്ങളെ സന്തോഷിപ്പിച്ച എത്ര നല്ല ബ്രോക്കർമാരുണ്ട്. അവർക്കൊക്കെ നല്ല നല്ല പ്രതിഫലങ്ങൾ അല്ലാഹു കൊടുക്കുന്നതാണ്. ബ്രോക്കർ പണി അത് മോശപ്പെട്ട പണിയല്ല. ബ്രോക്കർ എന്ന് പറയുമ്പോൾ നല്ല രൂപത്തിലൂടെ നടക്കുന്നവരുണ്ട്. നാട്ടുകാരെ, 1 ലക്ഷം രൂപയുള്ള സ്ഥലത്തിന് ആ സ്ഥലത്തിന്റെ ഉടമയോട് ചെന്ന് പറയും, തലകുത്തി മറഞ്ഞാലും 1 ലക്ഷം കിട്ടാൻ സാധ്യതയില്ല, ഏറിയാൽ ഒരു 40 or 50 കിട്ടിയേക്കാം. ഇത് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുടെ അരികിൽ ചെന്ന് 1.5-2 ലക്ഷത്തിന്റെ അടുത്തവിടെ വിലയുണ്ട്. ഒരേ മനുഷ്യൻ 2 ആളുകളോട് 2 അഭിപ്രായമാണ്. ഒരു മനുഷ്യനാണ് ഒരു വ്യക്തിയോട് പറയുന്നത് 1 ലക്ഷം പോയി 50,000 കിട്ടാൻ സാധ്യതയില്ല. അതേ മനുഷ്യൻ അപ്പുറത്ത് ചെന്നുകൊണ്ട് 1.5-2 ലക്ഷത്തിന് വിലയുണ്ട് ആ ഭൂമി, ആ വീടിന്റെ വില അത്രമാത്രമുണ്ട്. മനുഷ്യ, ഇവൻ കള്ളനാൻ, ഇവൻ കള്ളനാൻ, മനുഷ്യ സമൂഹത്തെ വഞ്ചിക്കുന്ന കള്ളനാൻ. ആ കള്ള ബ്രോക്കർ അല്ലാഹു ലയുഅദ്ദിബു ഹലാക്കൽ അബ്ദി, മരിച്ചിട്ടല്ല, പള്ളിക്കാട്ടിൽ പോയിട്ടുമല്ല, ഇവിടെ വെച്ചതല്ല, ഒരു വേള മറ്റു ആഫത്തുകൾ കൊടുത്ത് 2 കിഡ്നി പോയി എന്ന് കേൾക്കാം, അവന് ക്യാൻസർ ആണെന്ന് കേൾക്കാം, അവന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് കേൾക്കാം എന്നുള്ള മാറാവ്യാധികൾ കൊടുത്തിട്ട് പടച്ച റബ്ബ് മൂത്രത്തിലിട്ട് അവനെ കുടുക്കിയിട്ടല്ലാതെ മരിപ്പിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ മാഷാ അല്ലാഹ്. ധാരാളം പെരുകിയൊരു കാലം. നോക്കൂ നിങ്ങൾ, കള്ള ബ്രോക്കർമാർ ഒരു വ്യക്തി 2 ആളോട് 2 അഭിപ്രായം ചെന്ന് പറയുന്ന അത് വഞ്ചനയാണ്, ചതിയാണത്, വഞ്ചകന്മാരാണവര്. മാത്രമല്ല, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കു നാട്ടുകാരെ, പറയുന്നത് ബ്രോക്കർമാരോട് പറയുന്നു, മനുഷ്യ, ഇയ്യാക യാ അഖീ, മഹാന്മാരായ യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫ റക്അ, എന്റെ ശബ്ദം കേൾക്കുന്ന നാട്ടുകാരെ, ഇസ്ലാമിന്റെ പടയാളികളാ വേണ്ടുന്ന ചെറുപ്പക്കാരെ, 1000-1000 യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫ റക്അ, ഒരു ദിവസം 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന ആളുകളാണ് പറയുന്നത്. ഇയ്യാക യാ അഖീ, ബ്രോക്കറായി രാവിലെ പുതിയ ഡ്രസ്സ് ധരിച്ച് പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ബ്രോക്കർക്ക് തന്നെ അതൊരു ഹോബിയാണ്. പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ നടക്കുന്ന ഓ സ്നേഹിത,
800 വർഷങ്ങൾക്ക് മുമ്പ് മഹത്തുക്കളാണ് എഴുതി വച്ചിരിക്കുന്നത്. അല്ലാഹു പടച്ച പാവപ്പെട്ട മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒരു വസ്തുവിലും നീ ചതി കാണിക്കരുതേ, കൂട്ടിക്കുറക്കാൻ പോകരുത്. ഫഇന്നൽ ബറകത ലാ തകൂൽ ഫഇന്നൽ ബറകത ലാ തകൂനു മഅൽ ഖിയാന. ഏതെങ്കിലും ഒരു ചെറിയ കച്ചവടം ചെയ്യുന്ന വിഷയത്തിൽ നടക്കുമ്പോ ഒരു ചെറിയ ചതിയുണ്ടോ, അതോടുകൂടെ നിന്റെ ജീവിതത്തിലെ ബറക്കത്താണ് പോകുന്നത്. വഇന്ന ഖലീലം മിനൽ ഹറാം, ഹറാമിൽ നിന്ന് അല്പമെങ്ങാനും ഒരു ബ്രോക്കർ പറ്റിപ്പോയാൽ യുത്ലിഫു കസീറൻ മിനൽ ഹലാൽ, ആ മനുഷ്യന്റെ ഹലാലായ സമ്പത്ത് എത്രയുണ്ടോ അത് നശിച്ചു പോകും. നഊദു ബില്ലാഹ്. നോക്ക് നാട്ടുകാരെ, 800 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹത്തുക്കൾ എഴുതി വെച്ചിരിക്കുകയാണ്. വഇന്ന ഖലീലൻ മിനൽ ഹറാം, ഏതെങ്കിലും ഒരു മനുഷ്യൻ ബ്രോക്കർ പണി എടുത്തിട്ട് സാധുക്കളായ മനുഷ്യരിൽ നിന്ന് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, മനുഷ്യവർഗം അള്ളാഹുവിന്റെ പടപ്പുകളാണ്, ആ മനുഷ്യന്മാരെ ചതിച്ചുകൊണ്ട് 10 രൂപയെങ്ങാനും ഓവറായി നീ പിടിക്കുന്നുവെങ്കിൽ ഒരു ബ്രോക്കർ പണി ഒരു ജോലിയാണ്. അത് ഹലാലായി രൂപത്തിലൂടെ നല്ലത് പറഞ്ഞ് കാശ് വാങ്ങാം, പക്ഷേ ചതിച്ചുകൊണ്ട് വാങ്ങിപ്പോകരുത്. ഇപ്പുറത്ത് പറഞ്ഞ വില, വാങ്ങുന്നവനോട് വിലയൊന്ന് വേറെ, കൊടുക്കുന്നവരോട് വിലയൊന്ന് മറ്റൊന്നും. അത് ഏറ്റവും വലിയ ചതിയാണ്, വഞ്ചനയാണ്. രണ്ടാളോടും പറയണം. എന്നിട്ട് പറയാ, ഇത് എന്റെ മക്കളെ പോറ്റാൻ ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുകയാണ്, അതിന് നിങ്ങൾ എനിക്ക് വല്ലതും തരും വേണം. നിബന്ധന വെക്കണം, എനിക്ക് നിങ്ങൾ വല്ലതും തരണം. അങ്ങനെ വാങ്ങിയാൽ ഇത് ഹലാലാണ്, എത്ര കിട്ടിയാലും വാങ്ങും. അല്ലേ അവന്റെ അധ്വാനത്തിന് എനിക്ക് ഇത്ര നൽകിയാൽ എനിക്ക് മുതലാകൂ, അത് പറയാം. ചതിച്ചു വാങ്ങരുത്. ഇപ്പുറത്ത് 5 ലക്ഷമേ ഈ കാണുന്ന വീടിനും ഭൂമിക്കും ഉള്ളൂ. പക്ഷേ അപ്പോഴേക്ക് ഈ സാധുക്കൾ കുടുങ്ങി. ഈ സാധുക്കൾ പറഞ്ഞു, എനിക്ക് 2 മോളെ കെട്ടിക്കണം, 6 ലക്ഷം ഇരിക്കക്കൂരാണ്, ഇത് വിറ്റാഞ്ഞ് വേറെ ഒന്നുമില്ല, 6 ലക്ഷത്തിന് നിങ്ങൾ ഇത് വിറ്റേന്. ഇതൊരു 6 ലക്ഷത്തിന് നോക്കട്ടെ, പരിശ്രമിച്ചു നോക്കട്ടെ, 6 കിട്ടാൻ പ്രയാസ. അങ്ങനെ 6, 5.5 പറഞ്ഞ് 8.5 ലക്ഷം രൂപക്ക് മറ്റൊരത്തൽ വിൽക്കുന്നു. ഈ പാവപ്പെട്ട ഈ സാധു കുടുംബങ്ങൾ, അവരുടെ രക്തമാണത്, ആ പാവങ്ങളുടെ രക്തമാണത്. ആ രക്തമാണ് ഈ മനുഷ്യൻ അറിയാതെ മറ്റുള്ളവർക്ക് 8.5 ലക്ഷത്തിൽ വിറ്റുകൊണ്ട് ഈ പാവങ്ങളുടെ ചോരയാണ് കുടിക്കുന്നത്. വിടൂല റബ്ബ്, ഈ ബ്രോക്കർ അല്ല വിടൂല. അല്ലാഹു തആല പാഠം പഠിപ്പിച്ചു കളയും, അല്ലാഹു പൊരിച്ചു കളയും. അങ്ങനത്തെ ബ്രോക്കർമാർ ഒരു സുപ്രഭാതത്തിൽ നല്ല മഹിമയോടെ നടക്കും, പിന്നെ പാപ്പറാകും. അല്ല പാപ്പറാക്കി കളയും. ഈ ഭൂമിയിൽ വെച്ച് മരിച്ചിട്ടല്ലാന്ന്, ഭൂമിയിൽ വെച്ച് അല്ല പാപ്പറാക്കി കളയും. അതുകൊണ്ടാ മഹാന്മാര് പറയുന്നത്, ഈ മനുഷ്യ ബ്രോക്കർ പടി എന്ന് പറയുന്നത് മോശമായ പ്രവൃത്തിയൊന്നുമല്ല. ലോകത്തൊരു മനുഷ്യനെയും ചതിക്കാൻ പോകരുത്. വഇയ്യാക യാ അഖീ, കണ്ടോ നാട്ടുകാരെ, എന്റെ അനുജന്മാരെ, അല്ലാഹുവിന്റെ മഹത്തുക്കളാണ് പറയുന്നത്. ഇൻ ഖുൻത ദിർഹമാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വീട് വിറ്റോ പറമ്പ് വിറ്റോ ഒരു പെൺകുട്ടിക്ക് കല്യാണം ശരിയാക്കി കൊടുത്തിട്ടോ. എത്ര സാധുക്കളാണ് ഒരു പെൺകുഞ്ഞിന് കല്യാണം ശരിയായിട്ട്, എത്ര ബ്രോക്കർമാരാണ് പാവങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് 25,000 50,000 ഒരു പെൺകുട്ടിക്ക് കല്യാണം ശരിയാക്കി കൊടുത്തതിന് വാങ്ങുന്ന. എടോ മനുഷ്യ, നിന്റെ പെങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ നിന്റെ വേദന എത്രയാണ്. ഒരു പെൺകുഞ്ഞിന് ഒരു കല്യാണം ശരിയാക്കി കൊടുത്തതിനാണോ നീ 25,000
25,000 രൂപ പറ്റിയത് നിന്റെ പെങ്ങളെ ഓർത്തോ, നിന്റെ പെങ്ങളെ ഓർത്തോ, നിന്റെ പെൺമക്കളെ ഓർത്തോ. ഈ 25,000-ന് 2.5 ലക്ഷം നീ തന്നെ നിന്റെ കുടുംബത്തിന് വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കത്തക്ക വിധത്തിൽ അല്ലാഹു നിന്നെയോ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ആളുകളെ മൂലയിലിട്ടുകൊണ്ട് അതിന്റെ 4 ഇരട്ടി നിന്നെ കൊണ്ട് കൊടുപ്പിച്ച് പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന പണ്ഡിത ലോകം വിവരിക്കുന്നു. എന്നിട്ട് മഹാന്മാർ പറയുന്നത് ഇൻ ഖുന്ത ദിർഹമാ, മുസ്ലിമീങ്ങളെ ദൃഹമെങ്ങാനും വഞ്ചിച്ചുകൊണ്ട് നീ പറ്റിയാൽ ഖാനക ഇബ്ലീസു, ഇബ്ലീസ് നിന്നെ വഞ്ചിക്കും. ഫീ 70 ദിർഹമാ, 1 ദിർഹമാണോ 100 രൂപയാണോ ഒരാ ബ്രോക്കർ പണി കള്ളത്തരം കാണിച്ച് വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് നീ ഒരാളിൽ നിന്ന് 100 രൂപ പറ്റിയോ, 700 ദിർഹം നിന്നെ ഇതേ രൂപ മറ്റൊരു വിഷയത്തിലൂടെ ഇബ്ലീസ് നിന്നെ ചതിച്ചിട്ട് നിന്റെ ധനത്തിൽ നിന്ന് നശിപ്പിച്ചു കളയും ശൈത്താൻ. അല്ലാഹു കാക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, അപ്പൊ ഇബ്ലീസിന്റെ 10 മക്കളിൽ എത്ര മക്കളെ ഇപ്പൊ പറഞ്ഞ പാവക്ക? 3-മത്തെ അല്ലേ? 3-മത്തെ ഒന്ന് അക്രമിയായ ഭരണാധികാരി. ഇത് ഞാൻ ചോദിക്കോട്ടെ, എന്നത്തെ ഞാൻ ചോദിക്കും, നാളെ എന്ന് ഞാൻ ചോദിക്കോട്ടെ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും. തുടക്കം മുതൽ നമ്മൾ ശേൽബിയാക്കാനൊന്നും കാണില്ലല്ലോ, അതെവിടെ പോയി? നമ്മളൊരു മുഹിബാണ് നമ്മളെ. അത് ശരി, ഞാൻ എവിടെ പഠിപ്പിച്ചെടുക്കുകയല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. കാരവന്മാർ നമ്മൾ അംസാക്ക തൊട്ട് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. വല്ലാത്ത സന്തോഷം. തുടക്കം മുതൽ നേതൃത്വമായി ഞങ്ങൾക്ക് നൽകുന്ന ഞങ്ങളുടെ ഉമറാക്കൾക്കും ഉസ്താദ് ബാക്കി ഉസ്താദ് തൊട്ടുള്ള ഉസ്താദുമാർക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഇത് കടുപ്പേറ്റാവണ്ട വാക്ക, അത് കടുപ്പേറ്റാണില്ലല്ല, വിഷയത്തിന്റെ കടുപ്പാട്ട. നല്ല ബ്രോക്കർമാർക്ക് കിട്ടുന്ന റഹ്മത്ത് ഞാൻ വായിക്കാൻ പോകാം. നല്ല റഹ്മത്ത് ബ്രോക്കർമാർ, കള്ള ബ്രോക്കർമാർക്ക് അല്ല ഈ ദുനിയാവിൽ വെച്ച് കൊടുക്കുന്ന ശിക്ഷയും രണ്ടൊന്ന് വായിക്കാൻ പോകാം. അല്ലാഹു തആല നമുക്ക് കാക്കുമാറാവട്ടെ. അപ്പോ ഞാൻ പറയുന്നത് ഇൻ ഖുന്ത ദിർഹമൻ ഖാനക ഇബ്ലീസു ഫീ 70 ദിർഹമാ, വഞ്ച നടത്തുന്ന ബ്രോക്കർമാർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷകൾ. ഇനിയോ വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത് വലാ തബ്ഖസുൻ നാസ അഷ്യാഅഹും വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. കച്ചവടം ചെയ്യുന്ന മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുന്നു, എൻ്റെ അടിമകളെ, അമ്പിയാക്കൾ മുഖേന അല്ലാഹു വിളിപ്പിക്കുകയാണ്. വയാ ഖൗമി, ഓ എൻ്റെ ജനതയെ, ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്തി, നിങ്ങൾ അളക്കുന്നുവെങ്കിലും തൂക്കുന്നുവെങ്കിലും നീതി കാണിക്കണേ. അളത്തത്തിൽ നീതി കാണിക്കണം. ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, വ്യക്തമായി ഖുർആനാണ് പറയുന്നത്. വലാ തബ്ഖസുന്നാസ്, പാവപ്പെട്ട മനുഷ്യന്മാർ വല്ലതും വാങ്ങാൻ വേണ്ടി വന്നാൽ അഷ്യാഅഹും, അവരുടെ ആ വസ്തുക്കളിൽ ഒരു കമ്മിയും നിങ്ങൾ വരുത്തരുതേ. ഖാലല്ലാഹു അസ്സ വജൽ, ചൊല്ലിം സുബ്ഹാനഹു വ തആല. ഓർക്കച്ച് പടമയിലേക്കൊന്ന് പോകട്ടെ, പടമയിലേക്കൊന്ന് പോകട്ടെ. അല്ലാഹു തആല പറയുകയാണ്, കച്ചവടം ചെയ്യുന്ന ചെറിയ പെട്ടിക്കട നടത്തുന്നവരുണ്ടോ, ഒരിക്കലും മല്ലിയും മുളകും വാങ്ങാൻ വരുന്ന ആ പാവങ്ങൾക്ക് അല്പം പോലും നിങ്ങൾ കമ്മി വരുത്തരുതേ. അല്ലാഹു അടിമകളായ കച്ചവടക്കാരോട് പറയുന്നു. നോക്കൂ നിങ്ങൾ, ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത് വലാ തബ്ഖസുന്നാസ്, മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടുന്ന അവർ കാശ് കൊടുത്തുകൊണ്ട് കാശ് നൽകി നിങ്ങളുടെ അരികിലേക്ക് വാങ്ങാൻ വേണ്ടി വരുമ്പോ, നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോ ഒരു വസ്തു നിങ്ങൾ കമ്മിയാക്കി പോകരുത്.
മാത്രമല്ല അല്ലാഹു പറയുന്നു വൈലുൽ ലിൽ മുത്തഫിഫീൻ, വൈലുൽ ലിൽ മുത്തഫിഫീൻ, വൈലുൽ ലിൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون. കേട്ടോളൂ മുസ്ലിം നാട്ടുകാരെ, അല്ലാഹു ഖുർആനിൽ പറയാ, അല്ലാഹു തആല അവന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് നമ്മുടെ ജീവിതം ഖൈറാക്കി തരട്ടെ. ഉറക്കൊന്നും വന്നിട്ടില്ലല്ലോ, ഈ 10 പറയണം, 3 ആയിട്ടേ ഉള്ളൂ. 15 പെട്ടെന്ന് വായിച്ചു പോകും ഞാൻ. അപ്പൊ 3 നോക്കി നിങ്ങൾ. ഈ കച്ചവടക്കാരെ കുറിച്ച് അല്ലാഹു തആല പറയാ, ആരാട് വൈലി എന്ന കഠിനമായ ശിക്ഷ ചില കച്ചവടക്കാർക്ക് അല്ലാഹു കൊടുക്കും. ചില കച്ചവടക്കാർക്ക് അല്ലാഹു കഠിനമായ വൈലി എന്ന ആളിക്കത്തുന്ന ജഹന്നമിലെ ഒരു ചെറു കൊടുക്കും കച്ചവടക്കാർ. സ്വഹാബികളെ, എങ്ങനത്തെ കച്ചവടക്കാരാണവർ? ഏത് കച്ചവടക്കാരാണവർ? അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. അവരുടെ കടയിലേക്ക് വല്ലതും വാങ്ങാൻ വേണ്ടി വലിയ വലിയ കടകളിലേക്ക് പോയാൽ അവർ എല്ലാം പൂർത്തിയാക്കി വടിച്ചവിടുന്ന് ഒരു തൂക്കത്തിന്റെയും അളവിന്റെയും പാട്ടയുണ്ടോ, അളവ് പാട്ടയുണ്ടോ, അതും നിറച്ചു വാങ്ങിക്കളയും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതേ വസ്തു മറ്റൊരുത്തന്നെ വിൽപ്പന നടത്തുമ്പോഴോ അത് വടിച്ചുകൊണ്ട് കൊടുത്തു കളയും. ഖുർആനാ പറയുന്നു. നാട്ടുകാരെ, ഖുർആൻ കച്ചവടക്കാരോട് അല്ല പറയാ, അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. ഇങ്ങോട്ട് വാങ്ങുമ്പോ മുഴുവനാക്കി ഫുള്ളാക്കി വാങ്ങിക്കളയും. അങ്ങോട്ട് കൊടുക്കുമ്പോഴോ വഇദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ. അളന്നു കൊടുക്കുന്നുവെങ്കിൽ കുറക്കും. എത്ര കണ്ട് തൂക്കി കൊടുക്കുന്നുവെങ്കിലോ. പഴയ കാലത്ത് ചില ആളുകളൊക്കെ പറയും, കച്ചവടക്കാർ തുലാസ് തൂക്കും പോലെ. വാക്ക് അങ്ങനെ ചെല്ലുണ്ട. തുലാസ് തൂക്കും പോലെ എന്നല്ല, തുലാസ് പിടിക്കും പോലെ, തുലാസ് പിടിക്കും പോലെ. അപ്പൊ എന്താ, അരി തൂക്കാണ് ഇങ്ങനെ പിടിക്കും. ഈ പിടുത്തം പിടിയല്ല അത്ര. ഞാനൊക്കെ ദർസ് പഠിക്കും, എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഈ ബൈഇന്റെ ബാബ് ദർസ് എടുത്ത് തരുമ്പോ അന്ന് പറയും. അപ്പൊ കച്ചവടക്കാർ തുലാസ് പിടിക്കും പോലെ ഒരു ചൊല്ലാണത്. ദർസിലൊക്കെ ഒരു ചൊല്ല. ഈ പിടുത്തം വിടൂല കേട്ടാ, കച്ചവടക്കാരൻ വിടൂല, വിടുകയല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിയുള്ള ആള് വിൽപ്പനക്ക് വല്ല വസ്തുക്കൾ വാങ്ങാൻ പോയാ അത് വിട്, എന്നിട്ടൊന്ന് റെഡിക്കാക്ക് പറയണം, പറയാ വേണ്ടത്. അപ്പോ കച്ചവടക്കാര് തുലാസ് പിടിക്കും. ആ പിടുത്തം, ഈ പിടുത്തം ഒരു വിടൂല. എന്നിട്ടിങ്ങനെ തൂക്കന അതൊക്കെ വിട്ടോക്കട്ടെ, അപ്പ അറിയാതിന്റെ കോലം എന്താന്നുള്ളത്. മനുഷ്യ, അതിലൂടെ എന്താണ് കിട്ടാൻ പോകുന്നത്? ഒരു തരിയല്ലേ നിനക്ക് നേട്ടം, അത് ഹറാമാണ് മനുഷ്യ. അതിലൂടെ നീ സമ്പാദിച്ച 10 പൈസ കൊണ്ട് നിന്റെ കുട്ടികളെങ്ങാനും അവർക്ക് ഭക്ഷണം കൊടുത്താൽ, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്താൽ, ആ പാവങ്ങളുടെ ജീവിതം നാശത്തിലേക്കാൾ. വമാനബത്തമിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അപ്പൊ കച്ചവടക്കാരെ കുറിച്ച് അല്ലാഹു പറയാം, വൈദാ മോശപ്പെട്ട നല്ല കച്ചവടക്കാർ ചെയ്യില്ല. വൈദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ, അവ്വസനൂഹും യുഖ്സിറൂൻ. അവര് അളന്ന് അങ്ങോട്ട് കൊടുക്കുന്നുവെങ്കിൽ, അവരങ്ങോട്ട് അളന്നു കൊടുക്കുന്നുവെങ്കിൽ അവർ വല്ലാതെ എത്ര കണ്ട് കുറക്കാൻ പറ്റുമോ കുറക്കും. ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൂട്ടി വാങ്ങാൻ അത് ഒച്ചപ്പാടും. ഹോൾസെയിൽ കടയിലൊക്കെ പോയിട്ടേ അത് വല്ലാത്ത ശൈലിയേക്കാർ. എത്ര കണ്ട് പിടിച്ചു വെക്കാൻ പറ്റുമോ അത് വാങ്ങും. വിൽപ്പന നടത്തുമ്പോൾ എത്ര കണ്ട് കുറക്കാൻ പറ്റുമോ. ഈ ട്രെയിനിലെ ചായ വിൽപ്പന പോലെ, ട്രെയിനിലെ ചായ വിൽപ്പന പോലെ അവർ വാങ്ങുമ്പോൾ ക്ലാസ് ഫുള്ളാക്കി വാങ്ങും. കൊടുക്കുമ്പോൾ അങ്ങോട്ട് അത് കുറച്ച് താഴ്ത്തിയിട്ടാണ്. നിങ്ങൾ കണ്ടുകണ ഒന്ന് മൂളിയാ ബീവി നിങ്ങളെ റസാക്കാക്ക, നിങ്ങൾ എന്ത് മനുഷ്യനാ. ഒന്ന് നോക്കി നിങ്ങൾ, ഒന്നേ വല്ലാതെ താഴ്ത്തണം. അപ്പം എന്താ പറയുക, പൊത വന്തൂലേ, പൊത വന്നപ്പോൾ നിറഞ്ഞ പോലെ തോന്നും. പിന്നെ നിങ്ങൾക്ക് അരക്ലാസ് ഉണ്ടാകുള്ളൂ. അംസാക്ക അങ്ങനെ എൻ്റെ കോല, നിങ്ങൾക്ക് ജിദ്ദിയിലൊക്കെ നല്ല അറിയാം എൻ്റെ കോല അങ്ങനെ. അപ്പൊ അരക്ലാസ് ഉണ്ടാവില്ല എന്ന്. മാഷാ അല്ലാ, വല്ലാത്ത കൊടുംപഞ്ചന, വല്ലാത്ത കൊടുംപഞ്ചന കച്ചവടക്കാർ. അതുപോലെ ഒരു തുണിഷോപ്പുകാരനാണെങ്കിൽ മേഡ് ഇൻ ചൈനക്കാരൻ, അത് മെല്ലെ പറിച്ചിട്ട് നല്ല സ്ട്രോങ് സ്റ്റിക്കർ മേഡ് ഇൻ ജപ്പാൻ, മേഡ് ഇൻ ജപ്പാൻ. ചെരുപ്പച്ചക്കൊടക്കാരല്ലോ വല്ലാതെ ഉണ്ട്, മേഡ് ഇൻ ജപ്പാൻ. അജരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ മേഡ് ഇൻ ജപ്പാൻ നോക്കി നിങ്ങൾ, ചൈനന്റെ ചെരുപ്പാണ് അല്ലെ ഇന്ത്യയുടേത്, അത് മേഡ് ഇൻ ഇറ്റലി അല്ലെ മേഡ് ഇൻ ജപ്പാൻ. എന്നൊരു ഹോട്ടലിൽ പോയി നോക്കൽ
പൊറാട്ട ഇങ്ങനെ ഫ്രഷ് പൊറാട്ടയാണ്, ഇന്നലത്തെ ചൂടാക്കിയതാണ് ഫ്രഷ് പൊറാട്ട. അപ്പൊ പൊറാട്ട ഫ്രഷിന്റെ ചെറുപ്പക്കാരെ ഹോട്ടലിൽ ചെന്നാല് മുകളിൽ കാണുന്നത് ഫ്രഷ് തന്നെ, അടിയിൽ അത് ചൂടാക്കിയ ഇന്നലത്തെ പൊറാട്ട. 2 പൊറാട്ട തന്ന അതൊക്കെ നല്ല പഠന. അതൊക്കെ കച്ചവടക്കാർ, ഹോട്ടലിന്റെ ഉടമ, അവിടെ ജോലി ചെയ്യുന്ന, ഹോട്ടൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ക്ലാസ് അല്ലേ, അതൊക്കെ റെഡി ക്ലാസ്സുകളാണ്. എന്നിട്ട് 2 പൊറാട്ട കൊടുക്കുന്നു. അടിയിലെ പൊറാട്ട പഴയതായിരിക്കണം, മുകളിലെ പൊറാട്ട ഫ്രഷ് തന്നെ. അങ്ങനെ ഫ്രഷ് പൊറാട്ട. മനുഷ്യ ആരെയാണ് പറ്റിക്കുന്നത്? ആരെയാണ് പറ്റിക്കുന്നത്? ഇന്നലെ ചുട്ട പൊറാട്ടയാണ്, അത് ഇന്നലെ സൂക്ഷിച്ചു വെച്ച് ഇന്ന് ചൂടാക്കിക്കൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്നുവോ? ഇത് ഇന്നലത്തെ പൊറാട്ടയാണ്, അത് ചൂടാക്കി കേടുവന്നിട്ടില്ല, ഇത് പറഞ്ഞു കൊടുക്കണം. അത് ചതിച്ചുകൊണ്ട് ഫ്രഷ് പൊറാട്ടയാണെന്ന് പറഞ്ഞു കൊടുത്താൽ മനുഷ്യാനിന്റെ ആ സമ്പാദ്യം ഹറാമാണ്, അപകടമാണ്. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നമ്മ 4-ാമത്തേക്ക് കിടക്കുക. കച്ചവടം പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു മാത്രം. നോക്കു നിങ്ങൾ, മാഷാ അല്ലാഹ്, ദഖൽതു ലിസിയാറത്തി ജാരിൻ ലീ കാന യബീഉൽ ഹിൻതാ, ഗോതമ്പ് കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഫലമ്മാ ഖഅത്തു ഇൻദ റഅസിഹി, അയാളുടെ തലഭാഗത്ത് ഞാൻ ചെന്നിരുന്നപ്പോ ജബലാനി മിന്നാർ, ഗോതമ്പ് കച്ചവടക്കാരനാണ്. ജബലാനി മിന്നാർ, ജബലാനി മിന്നാർ, മരണത്തോട് മല്ലിടുന്നു, സക്രാത്തിന്റെ വലിക്കുന്നു പെങ്ങളെ. ആ സമയത്താണ് ജബലാനി മിന്നാർ. ആ മനുഷ്യനങ്ങനെ പറയുന്നു, തീക്കട്ടയാലുള്ള 2 പർവ്വതം, തീക്കട്ടയാലുള്ള 2 പർവ്വതം, ഇത് പറഞ്ഞങ്ങനെ കരയ. അപ്പൊ മഹാനവറുകൾ ഫസഅൽതു സൗജതഹു, ഞാൻ അയാളുടെ ആ ഗോതമ്പ് കച്ചവടക്കാരന്റെ ഭാര്യയുടെ അരികിൽ ചെന്നു. ഞാൻ ചോദിച്ചു, പെണ്ടേ, എന്താണ് നിന്റെ ഭർത്താവ് ജബലാനി മിന്നാർ എന്ന് പറഞ്ഞ് കരയുന്നത്? ആ പെണ്ണ് പറഞ്ഞു, ഫഖാലത് ഇന്നഹു ഖാല ലഹു മുദ്ദാനി അഹദുഹുമാ കബീർ വൽ അഖീറു വൽ ആഖറു സഗീർ. അളക്കുന്ന 2 പാട്ടകളുണ്ട്, അളക്കുന്ന 2 വസ്തുക്കളുണ്ട്, 2 എണ്ണമുണ്ട്. ആരെങ്കിലും അരിവാ കൊണ്ടുവന്നാൽ കടയിലേക്ക് ഇങ്ങോട്ട് വാങ്ങുമ്പോ, ഗോതമ്പ് ഇങ്ങോട്ട് വാങ്ങുമ്പോ വലിയ പാട്ട വെച്ചുകൊണ്ട് അളന്നു വാങ്ങും. 1 ലിറ്ററിന്റെ പാട്ടയുണ്ട് എങ്കിൽ ഇങ്ങോട്ട് അളന്നു വാങ്ങുന്നത് വലുത് കൊടുത്തിട്ടാണ്. അങ്ങോട്ട് ഗോതമ്പ് കൊടുക്കുമ്പോഴോ ചെറിയ ലിറ്ററാണ് കൊടുക്കുന്നത്, ചില ചെറിയ ലിറ്ററിലാണ് അളന്നു കൊടുക്കുന്നത്. ചെറുതും വലുതുമായ 2 ലിറ്റർ ഉണ്ടായിരുന്നു. അത് എന്റെ ഭർത്താവ് പലപ്പോഴും ചെയ്തിരുന്നു. فإذا ابتاع من أحد شيئا اقتال بالمد الكبير. നോക്ക് നിങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ള മുഖേന പഠിപ്പിക്കല്ലേന്ന്. ഇങ്ങോട്ട് അളന്ന് വാങ്ങുമ്പോ വലിയ മുദ്ദുകൊണ്ട്, വലിയ ലിറ്റർ, ലിറ്റർ എന്നല്ല പറയാ അല്ലേ, ലിറ്റർ എന്നല്ലേ നമുക്ക്, ആ ലിറ്റർ എന്നല്ല പറയാ, വലുത്. ഇനി വഇദാ ബാഅഹുവ ലിഅഹദിൻ ഷൈആ, അങ്ങോട്ട് വിൽക്കുന്നുവെങ്കിലോ, എന്നാൽ ആ മരിച്ച് കാന ലഹു ബിൽ മുദ്ദി സഗീർ, ചെറിയ മുദ്ദില് അഥവാ ചെറിയ ലിറ്ററിൽ അളന്നു കൊടുക്കും. ഇങ്ങനത്തെ 2 ലിറ്റർ അവനുണ്ടായിരുന്നു. ആ സമയത്ത് ഫഅലിംതു അന്നൽ മുദ്ദൈനി ഹുമല്ലദാനി തസവ്വറാ ലഹു ജബലൈനി മിന്നാർ. ഇതാണ് മരിക്കാൻ കിടക്കുമ്പോ വലിയ 2 പർവ്വതമായി, തീക്ക ആളിക്കത്തുന്ന തീകുണ്ടാരത്തിലെ 2 പർവ്വതമായി അല്ലാഹു കാണിച്ചു കൊടുത്തത്. എന്റെ അനുജന്മാരെ, ചെറിയ പെട്ടിക്കട നടത്തുന്ന നാട്ടുകാരെ, കച്ചവടം നല്ല ബറക്കത്തുള്ളതാണ്, ഐശ്വര്യമുള്ളതാണ്, വലിയ ബറക്കത്തുള്ളതാണ് കച്ചവടവും അതുപോലെ മറ്റു ഏർപ്പാടുകളും. അതിൽ ചതി കാണിക്കരുത്, അത് കച്ചവടത്തിൽ ചതിച്ചു പോകരുത്. ചതിച്ചാൽ അല്ലാഹു ഒരു ഐശ്വര്യവും നൽകില്ല. ഇപ്പുറത്ത് നല്ല കാശുണ്ട് എങ്കിലും അപ്പുറത്ത് നല്ല പരീക്ഷണങ്ങൾ, വലിയ വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ വലിയ രോഗങ്ങൾ കൊടുത്തുകൊണ്ട്, അതല്ല എങ്കിൽ മാനസിക പ്രശ്നങ്ങൾ കൊടുത്തുകൊണ്ട് അല്ലാഹു അവനെ ഇരുത്തിക്കളയും. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ മൂന്നാമത്തെ മക്കളായി ഇബ്ലീസ് എണ്ണിപ്പറഞ്ഞത് താജിറുൽ ഖായിനുൽ, ചതിയനായ കച്ചവടക്കാരനാണ്. നാലാമതായി പറയുന്നു ഷാരിബുൽ ഖംറി, നാലാമത്തെ മകൻ. ഒന്നെന്താ പറഞ്ഞത് വാക്ക മണിയെ? ഒന്ന് എന്താ പറഞ്ഞ നമ്മള്? നിങ്ങൾ മറന്നല്ല, അക്രമിയായ അല്ലേ? രണ്ട് നമുക്ക് ആ രണ്ടാമത്തെ എന്താറ്? ഇന്നത്തെ 10 എനിക്ക് കിട്ടണം. അത് ഞാൻ ഇങ്ങനെ ചോദിക്കും നിങ്ങളോട്, അത് ഞാൻ വിടൂല. 2 മുതലാളി അല്ലേ, അഹംഭാവിയായ മുതലാളി. 3 കള്ള ബ്രോക്കറും കള്ള കച്ചവടക്കാരൻ. 3. നാലാമതായി പറയുന്നു ഷാരിബുൽ ഖംറി. നഊദു ബില്ലാഹി മൻ അത്അമ ഷാരിബൽ ഖംറി സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ ബഅതറബാ. എന്റെ ശബ്ദം കേൾക്കുന്ന നാട്ടിലെ ഞങ്ങളുടെ അനുജന്മാരെ, സാധുക്കളാണ് നമ്മൾ. പട്ടിയുടെ മൂത്രമുണ്ടല്ലോ, ഒരു നായ മൂത്രമൊടിക്കുന്നതും ഒരു പന്നി മൂത്രമൊടിച്ചതും ഒരു പട്ടി മൂത്രമൊടിച്ചതും ചാരായമെന്ന് പറയുന്ന ഒന്നും മദ്യമെന്ന് പറയുന്ന ഒന്നും അത് രണ്ടും രണ്ടല്ല. പട്ടിയുടെ മൂത്രവും ചാരായവും ഒരുപോലെയാണ്. പട്ടിയുടെ മൂത്രവും നായമൂത്രവും ചാരായവും കള്ളും ഒരുപോലെയാണ്. ദീനാണ് അനുജന്മാരെ പഠിപ്പിക്കുന്നത്. എത്രയെത്ര ആളുകളാണ് വിവരമില്ലാത്തത് കൊണ്ട് കള്ളുകുടിച്ച് പെങ്ങളെ, പാവപ്പെട്ട ഭാര്യമാരെ ആക്രമിക്കുന്നത്. ഒരു കുടിയനാണോ? നിങ്ങളുടെ വീട് നരകമാണല്ലോ ഉമ്മമാരെ. നിങ്ങളുടെ വീട്ടിലെങ്ങാനും ഭർത്താവോ നിങ്ങളുടെ മോനോ കുടിയനാണ് എങ്കിൽ ആ വീട് നരകമാണ്. ജീവിതം പോയി, ദുനിയാവിൽ ജീവിതമില്ല. ദുനിയാവിൽ തന്നെ നരകമായിരിക്കും ആ കുടുംബം. ഒരു കുടിയനുണ്ടായാൽ മതി. മൻ അത്അമ ഷാരിബൽ ഖംറി, അതുകൊണ്ട് മനുഷ്യരോട് പറയുന്നു മൻ അത്അമ ഷാരിബൽ ഖംറി, ഒരു തുള്ളി കള്ളു കുടിക്കുന്നവന് ആരെങ്കിലും ഒരു പിടി ഭക്ഷണം കൊടുത്താൽ സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ ബഅതറബാ. ഒരു പിടി ഭക്ഷണം കുടിയന്മാർക്ക് കൊടുക്കുന്നവരെ അല്ലാഹു അവന് കൊടുക്കുന്ന ശിക്ഷ ഹയ്യതൻ വഅഖറബാ, അവന്റെ ഖബറിൽ പാമ്പുകളും തേളുകളും വന്ന് കൊത്തി വലിക്കുന്നതാണ്. ഖാല റസൂലുള്ളാഹി. ഒരു കുടിയനെ കുറിച്ചുള്ള ശിക്ഷയല്ല പറഞ്ഞത്, കള്ളുകുടിയനെ കുറിച്ചല്ല പറഞ്ഞത്. കള്ളുകുടിക്കുന്ന മനുഷ്യന് ആരെങ്കിലും ഒരു പിടി ഭക്ഷണം കൊടുത്താൽ ആ മനുഷ്യനുക്കുള്ള ശിക്ഷയാണ് റസൂലുള്ള പറയുന്നത്. വമൻ അഖറലഹു ഖർലാ. മുസ്ലിമീങ്ങളെ, കള്ളുകുടിച്ച് നടക്കുന്നവർക്ക് 10 പൈസ കടം കൊടുത്തു പോകരുത്. ആരാണ് കുടിയന്മാർക്ക് കടം കൊടുക്കുന്നത്? അവിടെ ദയ കാണിക്കണ്ട. ദയ കാണിച്ചത് കൊണ്ട് നേട്ടമില്ല. വമൻ അഖറലഹു ഖർലാ, ആരെങ്കിലും കുടിയന്മാർക്ക് 10 പൈസ കടം കൊടുത്തു പോയാൽ ഫഖദ് അആന അലാ ഖത്ലി മുഅ്മിനിൻ, ഒരു പാവപ്പെട്ട മുഅ്മിനായ മനുഷ്യനെ കൊന്നുപോയാൽ അവനുക്കുള്ള ശിക്ഷ എത്രയാണ്? അതിനേക്കാളും വലിയ ശിക്ഷ ഈ കടം കൊടുത്തവനുക്കുണ്ട്. ഖാല റസൂലുള്ളാഹി. റസൂലുള്ളയാണ് പറയുന്നത്. എന്റെ അനുജന്മാരെ, ഉമ്മമാരെ, ഒരു കുടിയന് കടം കൊടുത്തവനുക്കുള്ള ശിക്ഷയാണത്. വമൻ ജാലസഹു ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അമാ. എന്റെ അനുജാദീനിന്റെ പടയാളികളെ, കള്ളുകുടിക്കുന്നവരുടെ വാഹനത്തിൽ യാത്ര ചെയ്യരുത്. ഇന്ന് കല്യാണത്തിന് മദ്യം വളമുന്ന കാലമാണ്. നമ്മുടെ നീലഗിരി ജില്ലയിൽ ഗൂഡല്ലൂർ താലൂക്കിലും പന്തല്ലൂർ താലൂക്കിലും ഒരു കാലത്ത് ഊഹിക്കാൻ കഴിയാത്ത രംഗമാണ് കല്യാണ സദസ്സിൽ വെച്ചുകൊണ്ട് മദ്യം വിളമ്പുന്നത്. ഓ ഉപ്പമാരെ, ആ മുസീബത്ത് നമ്മുടെ 2 താലൂക്കിലും വന്നുകൊണ്ടിരിക്കുന്നു. പ്രായം ചെന്ന പിതാക്കളെ അല്ലാഹു നല്ല നിലക്ക് മരിപ്പിക്കുമോ?
ഏത് ആജിയാരുടെ വീട്ടിലാണ്, ഏത് ആജിയാരുടെ മകന്റെ കല്യാണത്തിനാണ് മദ്യം വിളമ്പുന്നത്? ആ ആജിയാരെ പടച്ച റബ്ബ് പൊരിക്കൂലേ മുസ്ലിമീങ്ങളെ? മദ്യം വിളമ്പുന്ന ഏത് കല്യാണമുണ്ടോ ആ കല്യാണത്തിൽ മുസ്ലിമീങ്ങളെ പോയിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ ആ വെള്ളം നന്നാകുന്നു. ആ വീട്ടിൽ പോയി വെള്ളം കുടിക്കരുത്. മദ്യം വിളമ്പുന്ന കല്യാണ വേളയിൽ കല്യാണ സദസ്സിൽ പോയി ഒരിക്കലും തന്നെ ഭക്ഷണം കഴിക്കരുത്. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോകരുത്. അത് തീയാണ്, അത് നന്നാകുന്നു, അത് വിഷമാകുന്നു. നമ്മുടെ താലൂക്കിൽ വ്യാപിച്ചിരിക്കുകയാണ്. കുടിയനായ മനുഷ്യന്റെ കൂടെ, ഉമ്മമാരെ, ഏതെങ്കിലും കുടിയനായ മനുഷ്യന്റെ കൂടെ ആരെങ്കിലും ബൈക്കിന്റെ പിന്നിലോ കാറിലോ മറ്റു കൂടെയോ യാത്ര ചെയ്താൽ, ഈമാനുള്ള ചെറുപ്പക്കാരെ, ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അഅ്മാ, അല്ലാഹു തആല അവനെ കുരുടനാക്കി കൊണ്ടുവരും. ഖാല റബ്ബി ബിമാ അശറതനി അഅ്മാ, യജമാനനായ അല്ലാഹ് എന്തിനാണ് എന്നെ കുരുടനാക്കിയത്? വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ. ഖാല കദാലിക അത്തിക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. കാര്യം ശരിയാണോ? എന്റെ മുത്തുനബിയല്ലേ നിന്നോട് പറഞ്ഞത് കുടിയന്മാരെ കൂടെ നീ നടക്കരുതെന്ന്? നീ റസൂലുള്ളാനെ മാറ്റിവെച്ചില്ലേ? നീ ആരുടെ വാക്ക് കേട്ടുകൊണ്ടാണ് കുടിയന്മാരായ ചാരായത്തിന്, കള്ളിന് അടിമപ്പെട്ട് നടക്കുന്ന കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് നീ അവന്റെ കൂടെ നടന്നപ്പോ റസൂലുള്ള പറഞ്ഞത് നീ മറന്നുവല്ലോ. വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നിന്നെ ഞാനും ഇതാ മറന്നിരിക്കുന്നു. അല്ലാഹു പറയുമെന്ന് ഖാല റസൂലുള്ളാഹി, റസൂലുള്ള മുഖേന പണ്ഡിത ലോകം വിവരിക്കുന്നു. യഖ്റുജു ശാരിബുൽ ഖംറി യൗമൽ ഖിയാമത്തി അൻതന മിനൽ ജീഫാ. ഒരു കുടിയനായ മനുഷ്യൻ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുന്നത് ചത്ത പോത്തിന്റെ നാറ്റത്തെക്കാൾ, ചത്ത നായകളെക്കാളും അമ്പരപ്പിക്കുന്ന വിധത്തിലാണ് കുടിയനായ മുസ്ലിമായ മനുഷ്യൻ വരിക എന്ന് ത്വാഹാ റസൂലുള്ളാഹി. ഉമ്മാ, എന്റെ പെങ്ങളെ, നിന്റെ ഭർത്താവ് കുടിയനാണോ? ഒന്ന് സൂക്ഷിക്കടേ, ദുആ ചെയ്യടേ. ആ ഭർത്താവിന് നീ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് ആ ഭർത്താവിന് നീ രക്ഷപ്പെടുത്തണേ പെങ്ങളെ. അല്ലാഹു തആല കാക്കട്ടെ. കടുപ്പത്തിൽ പറയേണ്ടതാണ് 11 കാര്യം കുടിയന് ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന ഭവിഷ്യത്തുകൾ. അതിപ്പോ പറഞ്ഞാൽ നമുക്ക് 10 തീർക്കാൻ പറ്റൂല, അല്ലേ? അപ്പൊ ഇത് ഞാൻ ഒതുക്കുകയാണ്. അപ്പൊ 4-മത്തത് ഷാരിബുൽ ഖം. അഞ്ചാമതായി പറയുന്നത് അൽ ഫത്താൻ. അൽ ഫത്താൻ, മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതിന് പകരം ഏഷണികൾ വ്യാപിക്കുക. ഏഷണി പറയുന്ന, നമീമത്ത് പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഫിത്നയുണ്ടാക്കുന്നവൻ, അവനാണ് ഇബ്ലീസിന്റെ 5-മത്തെ മകൻ. 6-മതായി പറയുന്നത് സാഹിബുസ്സിനാ. സാഹിബുസ്സിനാ, എന്റെ വാള് കേൾക്കുന്ന പെങ്ങളെ, സാഹിബുസ്സിനാ. 5-മതായി പറയുന്നു വ്യഭിചാരി പെണ്ണും വ്യഭിചാരിയായ ആണുമാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. മാസങ്ങൾക്ക് മുമ്പ് ചത്തുകിടക്കുന്ന പട്ടിയെ കുടിച്ചു മൂടാതെ വീടിന്റെ ഉമ്മരപ്പടിയിൽ വെച്ചാൽ ഏത് രൂപത്തിലാണ്? മാസങ്ങൾക്ക് മുമ്പ് ചത്തുകിടക്കുന്ന പട്ടിയെ കുടിച്ചു മൂടാതെ വീടിന്റെ ഉമ്മരപ്പടിയിൽ വെച്ചാൽ എന്തൊരു നാറ്റമാണ്! അതിനേക്കാളും വലിയ നാറ്റത്തോടുകൂടെ ചില ആളുകളെ അല്ലാഹു കോടതിയിൽ, അവന്റെ കോടതിയിൽ കൊണ്ടുവരുന്നതാൽ മൂക്കുപൊത്തിക്കൊണ്ട്, പടച്ചവരെ
ഇതെന്തൊരു രംഗമാണ്, ഇതെന്തൊരു നാറ്റമാണ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ വിളിച്ചുകൊണ്ട് പറയും, നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും അങ്ങോട്ട് വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തല്ല റഹ്മാൻ. ഇതെന്തൊരു നാറ്റമാകുന്നു. ഭൂമിലോകത്ത് വ്യഭിചരിച്ച ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യസ്ഥാനത്തിലൂടെ ഒഴുകി വരുന്ന നാറ്റിന്റെ ദുർഗന്ധമാകുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആറാമതായി പറഞ്ഞു, സ്വാഹിബുസ്സിന, വ്യഭിചാരി പെണ്ണാണ്. വ്യഭിചാരി പെണ്ണും വ്യഭിചാരിയായ ആണുമാകുന്നു. അല്ലാഹു തആല വ്യഭിചരിക്കുന്ന ആണിനും വ്യഭിചരിക്കുന്ന പെണ്ണിന്റെയും ദുർഗന്ധത്തെക്കുറിച്ച് പടച്ചറബ് വിവരിക്കുകയാണ്. മാത്രമല്ല, എന്റെ അനുജന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിതാ ചെറുപ്പക്കാരായ കുട്ടികളോട് പറയുന്നു, മോനെ, ഇന്ന സിനാ ആറുൻ കബീർ. വ്യഭിചാരമെന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പടിയാടി. യഹ്ദിമുൽ ബുയൂത്തർ റഫീഅ, എത്ര നല്ല തറവാടുള്ള വീടുകളെ അത് പൊളിച്ചു കളഞ്ഞു. എത്ര വലിയ പേരുകേട്ട നേതാക്കന്മാർ, അവരൊക്കെ കീപ്പോട്ട് പോയി. വ്യഭിചാരക്കേസുമായി എത്ര വലിയ തലകളാണ് വീണുപോയത്. നല്ല നല്ല ആളുകളെ അത് കറുപ്പിച്ചു കളയുന്നതാണ്. ഈമാനുള്ള ദീനിന്റെ പടയാളികളെ, പുരുഷന്മാരുടെ അഭിമാനം പറിച്ചു ചീന്തുന്ന ഓ മനുഷ്യ, വ്യഭിചാരവുമായി ഏതെങ്കിലും ഒരു അന്യ പെണ്ണുമായി വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ നീ എന്തിന് പറ്റും? ഈമാനുള്ള മനുഷ്യ, 2000 ദിർഹം കൊടുത്തിട്ട് 2000 ദിർഹം കൊടുത്ത് നീ എങ്ങാനും വേശ്യാലയത്തിൽ പോയി 2000 രൂപ കൊടുത്ത് നീ വ്യഭിചരിച്ചു പോയാൽ ഒരു രൂപയുടെ 3/4 ഒരു ഭാഗം കൊടുത്തിട്ട് നിന്റെ കുടുംബത്തിലതാ നിന്റെ പെൺകുട്ടികൾ വേശ്യകളായി പോകുന്നത് കണ്ടോ മനുഷ്യ? നീ 2000 കൊടുത്തിട്ടാണ് വേശ്യാലയത്തിൽ പോയി നീ വ്യഭിചരിക്കുന്നതെങ്കിൽ നിന്റെ വീട്ടിലതാ 50 പൈസ പോലും ഇല്ലാത്ത വിധത്തിൽ നിന്റെ മോള് വ്യഭിചാരിയായി മാറുന്നു, നിന്റെ ഭാര്യ വ്യഭിചാരിയായി മാറുന്നു, നിന്റെ പെങ്ങൾ വ്യഭിചാരിയായി മാറുന്നു. സൂക്ഷിച്ചോ മുസ്ലിമേ. ഇന്നസിനാദൈനുൽ ഇദസ്തഖറൽതഹു കാനൽ വഫാഉ മിൻ അഹ്ലി ബൈതിക ഫഅലമി. മുസ്ലിമീങ്ങളെ, വ്യഭിചാരമെന്ന് പറയുന്നത് ഒരു തരം കടമാണ്. ഇദസ്തഖറൽതഹു, അതിനെ നീ കടമായി സ്വീകരിച്ചാൽ കാനൽ വഫാഉ മിൻ അഹ്ലി ബൈതിക, നിന്റെ വീട്ടിലാണ് അതിന്റെ നാശം അടിച്ചു വീശുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. വ്യഭിചാരി പെണ്ണിനെയും വ്യഭിചാരി ചെക്കനെയും എറിഞ്ഞു കൊല്ലടേ മുസ്ലിമീങ്ങളെ. ദാഹിച്ച് പിടയുമ്പോ ഒരു തുള്ളി വെള്ളം ചോദിക്കുന്ന സമയത്ത് കൊടുത്തു പോകണ്ട. വ്യഭിചാരികളായ ആണിനെയും പെണ്ണിനെയും എറിഞ്ഞു കൊല്ലണം. നിങ്ങൾ എറിഞ്ഞു കൊല്ലണം. കല്യാണം കഴിക്കാത്തവരാണോ അവരെ നിങ്ങൾ അടിച്ചു കൊള്ളണം. അടിച്ചടിച്ചടിച്ചടിച്ച് പിടയുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോ കൊടുത്തു പോകല്ല. ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ ആറാമതായി
ഈ ഗൗരവമുള്ള മാ ലഹറത്തിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഹത്താ യുഇദനു ബിഹാ ഇല്ലാ ലഹറ ഫീഹിം അത്താഊൻ വൽ ഔജാഉ അല്ലദി ലം തകുൻ ഫീമൻ ഖബ്ലഹും. വ്യഭിചാരികൾ വർദ്ധിച്ചാൽ മുമ്പ് കേൾക്കാത്ത പല പനികളും പല രോഗങ്ങളും വർദ്ധിക്കുന്നതാണ്. അല്ലാഹു തആല കാക്കട്ടെ. നോക്കിങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞത് വൽ ഔജാഉ അല്ലതി ലം തകുൻ ഫീമൻ ഖബ്ലഹും, മുമ്പ് കേൾക്കാത്ത രോഗങ്ങൾ. ആരെങ്കിലും കുരങ്ങുപനി നമ്മൾ മുമ്പ് കേട്ടുകണ? കുരങ്ങുപനി. ഇപ്പൊ എന്താ വേറൊരു പനി ഉണ്ടല്ല, ഇപ്പൊ വേറൊരു പനി ഇറങ്ങിയിട്ടുണ്ടല്ല. എലിപ്പനി കഴിഞ്ഞുപോയി, എലിപ്പനി പിന്നെ ഒരു പനി ഉണ്ടല്ല, കുരങ്ങും പനി, വേറൊരു പനി ഉണ്ടല്ല, ആരിട്ടും മുണ്ടണമില്ല. പന്നിപ്പനി അല്ലേ? പട്ടിപ്പനി ഉണ്ട, പട്ടിപ്പനി, പന്നിപ്പനി, ഓരോത്തരം, പക്ഷിപ്പനി, അങ്ങനെ പല പനി, പന്നിപ്പനി, പട്ടിപ്പനി, അങ്ങനെ തുടങ്ങി എന്തൊക്കെയാണ്. മുമ്പ് കേൾക്കാത്ത പല പല പനികളും പല പല രോഗങ്ങളും പിടിപെടും. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. പക്ഷേ ഈമാനുള്ള ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മമാരെ, ഈ മാരകമായ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വ്യഭിചാരമെന്ന് പറയുന്ന നാശത്തിലേക്ക് എത്തിപ്പെടുന്നത് ആ വടികളാണ്. കാരുണ്യത്തിന്റെ മുത്ത് സൂക്ഷിക്കാൻ വേണ്ടി പല മേഖലകളും നമുക്ക് നൽകി. അതിൽ നിന്ന് സൂക്ഷിക്കാത്തത് കാരണമായി വരുന്ന ആഫത്തുകളെ വിവരിക്കുന്നു. എത്ര മഹാന്മാരാണ് നമുക്ക് താക്കീത് നൽകിയത്. ഒന്നിച്ചിരുന്ന് പലതരത്തിലുള്ള സിനിമകൾ കാണുന്ന വീടുകളുണ്ടോ? ഉമ്മയും ബാപ്പയും ഭർത്താവും ഭാര്യയും ആൺകുട്ടികളും പെൺമക്കളും ഒരുമിച്ചിരുന്ന് വീട്ടിൽ സിനിമ കാണുന്നുണ്ടോ? ആ സിനിമ ചിലപ്പോൾ നല്ല നല്ല വാർത്തകളാണ്. ആ വാർത്തകൾക്കിടയിലാണ് പെട്ടെന്നൊരു പരസ്യം വരുന്നത്. ആ പരസ്യം നമ്മുടെ മക്കളെ വെടക്കാക്കുന്നു. മാതാപിതാക്കളെ, ഉമ്മയും ബാപ്പയും മകനും മരുമകളും ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്ന സമയത്ത്, വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഇടയിൽ വരുന്ന പരസ്യമാകുന്ന കൂത്താട്ടങ്ങൾ അത് നമ്മുടെ മോളെ നശിപ്പിക്കുന്നതാണ്. ഉമ്മാ, നമ്മുടെ മക്കളെ വ്യഭിചാരികളാക്കി കളയുന്നതിന്റെ ആമുഖമാണ് ഉമ്മാ. ചെറിയ കുട്ടികളെങ്ങാനും ആ വാർത്തകൾക്കിടയിൽ, നമ്മുടെ വാർത്തകൾക്കിടയിൽ ഈ പരസ്യം കണ്ട് ആണും പെണ്ണും പരസ്പരം ചുംബിക്കുന്ന കാഴ്ച ചെറിയ കുട്ടികൾ കണ്ടാൽ അവരുടെ മനസ്സിൽ പതിഞ്ഞോ? ഇനി അവരുടെ മനസ്സ് മന്ത്രിക്കുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള വടിയാടി. മാതാപിതാക്കളെ, നെഞ്ചുറപ്പുള്ള സ്വർഗത്തിൽ മക്കളുമൊത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ടോ? സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ ദൗത്യമാണ്. അന്യപുരുഷന്മാരും അയൽക്കാരും വീടകങ്ങൾ കയറിറങ്ങുന്ന ഒരു ദുസ്വഭാവമുണ്ടോ? എത്ര അയൽപ്പക്കത്തുള്ളവരാണെങ്കിലും അടുക്കളയിലേക്ക് അവരെ പ്രവേശിപ്പിക്കരുതേ മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് സ്നേഹം കുറയില്ല. അത് താൽക്കാലികമായി സ്നേഹം കുറയുന്നതാണ് എങ്കിലും, കുറക്കുന്നതാണ് എങ്കിലും ഒരു വലിയ ജീവിതമാണ് കിട്ടുന്നത്. അല്ല എങ്കിൽ അയൽവാസികളാവട്ടെ, ചങ്ങാതിമാരാവട്ടെ, കൂട്ടുകാരാവട്ടെ, നമ്മുടെ അടുക്കളയിൽ മാതാപിതാക്കളെ 18 20 വയസ്സുള്ള പെൺകുട്ടികളുണ്ടോ അടുക്കളയിൽ? ആ അടുക്കളയിലേക്ക് അയൽപ്പക്കത്തുള്ളവര് ഏറ്റവും അടുത്ത വീട്ടുകാരാണെങ്കിലും ആൺകുട്ടികളെ ഈ അടുക്കളയിലേക്ക് വിട്ടുപോകരുത്. മാതാപിതാക്കൾക്ക് വല്ലാത്ത ശിക്ഷ ലഭിക്കും. ആ പെൺകുട്ടിയെങ്ങാനും ഈ ആൺകുട്ടിയും പെൺകുട്ടിയും വേണ്ടാത്ത ചിന്തകളിലേക്ക് പോയാൽ അല്ലാഹു തആല നിസ്കാരത്താമ്പ് വെച്ച മാതാപിതാക്കളാണെങ്കിലും പടച്ചറപ്പവരെ വിടില്ല. 10 വിരലുകൾ മാതാപിതാക്കൾ കടിക്കേണ്ടി വരും. അയൽവാസികളിൽപ്പെട്ട ആളുകളെ പോലും അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കരുത്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറയാ, ഉറക്കെ ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഭാര്യയും നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ സഹോദരിമാരും വ്യഭിചാരമാകുന്ന വൃത്തികെട്ട പ്രവണതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൺകുട്ടിയെയും അടുത്ത മഹറമല്ലാത്ത കുടുംബത്തിലെ ആളുകളാണെങ്കിലും മഹറമല്ലാത്തവരാണോ അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഖാല റസൂലുള്ളാഹി. കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും
അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു പോയ ദീനുൽ ഇസ്ലാം. സ്വന്തം മകളുടെയും സഹോദരിമാരുടെയും ശരീരവണ്ണം തയ്യൽക്കാരനെ കൊണ്ട് എടുപ്പിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിക്ക് ടൈലർ ഷാപ്പിൽ ചെന്നുകൊണ്ട് ആണുങ്ങളെ കൊണ്ട് അവിടുന്ന് അളവെടുക്കുന്ന മാതാപിതാക്കളെ, പുരുഷന്മാർ തയ്യൽ നടത്തുന്ന തയ്യൽ മെഷീൻ തയ്യൽ കടയിൽ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ പറഞ്ഞയച്ച് ആണുങ്ങളെ കൊണ്ട് അവരുടെ വണ്ണവും മറ്റും അളക്കാൻ അവസരം ഉണ്ടാക്കിക്കൊടുത്ത മാതാപിതാക്കളെ, 10 വിരലുകൾ ഇവിടെ കടിച്ചിട്ടല്ലാതെ നിങ്ങൾ മരിക്കൂല. ഇസ്രാഫീലിന്റെ ഊത്തുവരെ ഖബറാകുന്ന ആ മണ്ണറ അദാബാടി നരകമാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. അവിടുന്ന് അന്യർക്ക് വീടുകളിലുള്ള അമിത സ്വാതന്ത്ര്യം ആരാണെങ്കിലും അന്യൊരുത്തനാണോ അവർക്ക് വീടുകളിൽ അമിത സ്വാതന്ത്ര്യം കൊടുത്തു പോകരുത്. പറയുന്ന മുസ്ലിയാരോട് ചിലപ്പോൾ വെറുപ്പ് വരുന്ന കൂട്ടുകാരുണ്ടാവും. എന്താനുജാ സ്നേഹിത, ഇതിന്റെ ഗൗരവം ഒരു കുട്ടി നഷ്ടപ്പെട്ടാലേ അറിയൂ. എത്ര അടുത്തവരാണ് എങ്കിലും അന്യർക്ക് വീടുകളിൽ അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്ന ദുർഗതി. എത്ര ചെറുപ്പക്കാരാൻ ഭാര്യയൊന്ന് സംസാരിക്കാത്തതിന്റെ പേരിൽ അവിടെ ത്വലാഖ് ചൊല്ലിവിട്ട പാരമ്പര്യം നമ്മുടെ നാടുകൾ കണ്ടുവരുന്നു. ഗൾഫുകാരന്റെ ഭാര്യ, അപ്പോ ഭാര്യക്കാണ് കത്ത് അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വാലിഹത്തായ പെണ്ണാണെങ്കിൽ മറയുടെ പിന്നിൽ വെച്ച് സംസാരിക്കും. ഗൾഫുകാരന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനാ വന്നു കാര്യമായി നല്ല സൽക്കരിക്കലോ ഇരുത്തലോ ഒരു കാര്യമായ സംസാരം ഇല്ലെങ്കിലേ, എടോ ഞാൻ നിന്റെ വീട്ടിലൊക്കെ പോയടോ, അവിടെ എന്താ പള്ളിക്കാട്ട് പോയ പോലെ നിന്റെ പെണ്ണുങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് നിന്റെ ഉമ്മ അപ്പുറത്ത് നിന്നിട്ട് നല്ലവർക്ക് സംസാരിച്ചൂടെ? അപ്പം തോന്നിപ്പോകും, ഈ ഗൾഫുകാരൻ തോന്നിപ്പോ ഇത് വല്ലാത്ത മനുഷ്യ. ദീനിന്റെ പടയാളികളെ, ആ പെണ്ണ് സ്വർഗത്തിലെ നിങ്ങളുടെ മുത്താകുന്നു. അങ്ങനത്തെ ഭാര്യയാണോ? നിങ്ങളുടെ കൂട്ടുകാരനാണ് വീട്ടിൽ വന്നതെങ്കിലും മറയുടെ പിന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വന്ന ആ പെണ്ണാണോ? ചെറുപ്പക്കാരെ, ആ പെൺകുട്ടിക്ക് ദുആ ചെയ്തോളൂ. അത് നിന്റെ സ്വർഗത്തിലെ കരളാടി. നേരെ മറിച്ച് നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണെങ്കിലും വരുമ്പോഴേക്കും വീട്ടിലിരുത്തി അടുത്തുപോയി സംസാരിക്കുന്നവൾ, അവൾ നാശകാരിയാൻ. നിനക്ക് പറ്റിയ പെണ്ണല്ലവൾ. ആ പെണ്ണ് പലതിലേക്കും പെട്ടുപോകും. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത്, ഫത്ഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കാണാം. ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് ചോദിക്കുക, ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഒരു ഈമാനുള്ള പെൺകുട്ടിയാണെങ്കിൽ എന്താ പറയണ്ടേ? കേട്ടോളൂ ഉമ്മമാരെ. ഒരു അന്യ പുരുഷൻ വന്നിട്ട് ബെല്ലടിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ഇവിടെ ആരില്ല. എവിടെ പോയി? എവിടെയാണാവോ? എപ്പോഴാണാവോ? നീ ഹയാത്തുണ്ടെങ്കിൽ ഈ ചക്ക പറമ്പക്ക് കാലത്തു. നിങ്ങൾ പറയും, ഈ മനുഷ്യൻ ഞാൻ പറമ്പക്ക് കാലത്തോ? അവിടെ ഞാൻ ആനയും കണ്ടിട്ട് പുലിനെയും കണ്ടു. ഇങ്ങനത്തെ ഒരു നെരിനെ ഞാൻ കണ്ടിട്ടില്ല. നോക്കൂ നാട്ടുകാരെ, 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഫത്ഹുൽ മുഈൻ പോലെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന അറിയോ? വരത്ത് സംസാരിക്കണം. ഒരു അഞ്ഞാള് വന്നിട്ട് ഇവിടെ ആരെങ്കിലും ഇവിടെ ആരില്ല, വരത്ത് പറയണെന്ന ഇല്ല, ഇരിക്കൂ, ചായ കുടിക്കൂ, എന്നാ പലതും കുടിച്ചിട്ടേ പോകൂ. ഛേ, നന്ദി കെട്ടവൾ, നാണം കെട്ടവൾ. ഛേ, എന്തിനു പറ്റും അവിടെ? ആര് വീട്ടിൽ കിടന്നു വന്നാലും ഇരിക്കൂ, ഇല്ല, ആ വയന്ന സംസാരം ഉണ്ടല്ല. എന്റെ സഹോദരിമാരെ, ഇത്ര മോശപ്പെട്ട പ്രകൃതി, ഇത്ര മോശപ്പെട്ടൊരു പെണ്ണ് ഈ ഭൂമിയിൽ കാണാൻ കഴിയില്ല. ഭർത്താവിന്റെ മുന്നിൽ കൊഞ്ചേണ്ടുന്നവൾ ഏതൊരുത്തൻ വന്നപ്പോഴേക്കും കൊഞ്ചിക്കൊടഞ്ഞ് അവനുമായി അവൻ അടുത്തിരുത്തുന്ന ഒരു കൊഞ്ചി, അത് വൃത്തികെട്ട പെണ്ണാണ്. അതുകൊണ്ട് മയത്തിൽ സംസാരിക്കാൻ നിൽക്കരുത്. അന്യൊരു പുരുഷൻ വന്നാൽ അല്ലാഹു തആല കാക്കട്ടെ. സിനിമാ സീരിയൽ നടികളെ അനുകരിച്ച് പൊതുനിറുത്തകളും കല്യാണ പന്തലുകളിലും അരങ്ങേറുന്ന ഫാഷൻ ഷോകൾ, കല്യാണ സദസ്സുകളിൽ അതുപോലെ മറ്റു വേദികളിലും
സിനിമാ സീനിയർ നടികളെ അനുകരിച്ചുകൊണ്ട് വേഷവിധാനത്തോടുകൂടെ നടക്കുന്ന പെൺകുട്ടികൾ വ്യഭിചാരി പെൺകുട്ടികളാണ്. വ്യഭിചാരി പെൺകുട്ടികളുടെ ആമുഖമാണ്. അലാമാത്തു സിനാ മിൻ അലാമാത്തി സിനാ, വ്യഭിചാരി പെണ്ണുങ്ങളുടെ ആമുഖമാണ് അവരൊക്കെ എന്നാ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളുടെ റൂമുകളിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ക്യാമറ പിടിപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്നുവെങ്കിൽ എത്ര വീടുകളാണ്? മാതാപിതാക്കൾ ബാത്റൂമിൽ പോകുന്നുവെങ്കിൽ പെറ്റ ഉമ്മാന്റെ ശരീരം മുഴുവനും പിടിക്കാൻ ക്യാമറ പിടിപ്പിച്ച് കൂട്ടുകാർക്ക് കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്ന പത്രവാർത്ത നിങ്ങൾ കണ്ടില്ലേ നാട്ടുകാരെ? പെറ്റ ഉമ്മ ഏകദേശം 500 രൂപക്ക് വേണ്ടി ചെറുപ്പക്കാരിയായ ആ ഉമ്മ ബാത്റൂമിൽ പോയപ്പോ ആ ഉമ്മയുടെ ശരീരം മുഴുവനും ക്യാമറ പിടിപ്പിച്ച് പാവപ്പെട്ട ഉമ്മ അറിഞ്ഞില്ല. അത് പിടിപ്പിച്ചുകൊണ്ട് കാമുകന്മാരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് കാശ് വാങ്ങിയ ആൺകുട്ടികളും പെൺകുട്ടികളും. പത്രധാര വായിച്ചില്ലേ? എന്തിനു പറ്റും പുരുഷന്മാരെ? സംഭവിച്ചു പോയാൽ പറയാൻ, ഇത് പറയുമ്പോ ചിലപ്പോ വിഷമം തോന്നും. നാട്ടുകാരെ, സംഭവിച്ചാൽ എന്തിനു പറ്റും? ഇനി എന്തിനു ജീവിക്കണം? അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വ്യഭിചാരത്തിന്റെ ആമുഖങ്ങളായി മഹാന്മാർ എഴുതി വെച്ചത് കാണാം. സൂക്ഷിച്ചോളൂ, നിങ്ങളുടെ പെൺകുട്ടികളും നിങ്ങളുടെ പെൺമക്കളും നിങ്ങളുടെ ഭാര്യമാരുടെ അരികിലേക്ക് അന്യര് കയറി വരുന്നത് സൂക്ഷിച്ചോളൂ. വീട്ടിൽ അമിത സ്വാതന്ത്ര്യം കൊടുക്കരുത്, വീട്ടിൽ പ്രവേശിപ്പിക്കരുത്. അവർക്ക് വരാന്തയിൽ ഇരുത്തി സംസാരിപ്പിച്ചവരെ വിടുകയാണ് വേണ്ടത്. അടുക്കളയിൽ പ്രവേശിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചു പോയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ആഫത്തുകളിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആഫത്തുകളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. എത്രനായി വാക്കപ്പ്? എത്രനായി? 6 7. ആക്കിലു മാലിൽ യതീം വ ആക്കിലു റിബാ. പാവപ്പെട്ട യതീമക്കളുടെ, യതീം കുട്ടികൾ, പൊതുമുതലുകൾ, പള്ളിയുടെയോ മദ്രസയുടെയോ പാവപ്പെട്ട യതീമുകളുടെയോ 1 രൂപയെങ്ങാനും ശരീരത്തിലോ വയറ്റിലോ പെട്ടുപോയാൽ അവൻ ഇബ്ലീസിന്റെ മക്കൾപ്പെട്ടവരാണ്. അവനെ അല്ലാഹു ഒന്നിനും കൊള്ളാത്ത ചണ്ടിയാക്കി അവനെ മാറ്റിക്കളയുന്നതാണ്. 1 പൊതുമുതലെങ്ങാനും 1 രൂപ അത് പെട്ടുപോകരുത്. മുഹമ്മദ് മുസ്തഫ വലിയ അപകടമാണ്. ഇവിടെ വെച്ച് തന്നെ അല്ലാഹു അവന് ഒന്നിനും കൊള്ളാത്തവനാക്കിക്കളയും. ആഖിറത്തിലോ കഠിനമായ ശിക്ഷയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. കൂട്ടത്തിൽ മഹത്തുക്കൾ പഠിപ്പിച്ചു ആക്കിലു റിബാ, പലിശയുമായി അല്ലാഹു കാക്കട്ടെ. പലിശ വർദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടേ അത് മാത്രം നോക്കി നിങ്ങൾ ഒരു പേജ് അത് മാത്രം എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരീക്ഷകൾ അത് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഞാൻ പറയാം. കുറച്ച് ലാസ്റ്റ് പറയാൻ നല്ലത്. അത് ലാസ്റ്റ് നീട്ടിയേക്ക. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു. പലിശകളുടെ ഒരു പടി സ്ത്രീകൾ പലിശക്കുണ്ട്. പലിശക്ക് എന്താ പറയാ? കുടുംബശ്രീ അല്ല, വേറെ സ്ത്രീ ഉണ്ടല്ല. ബാക്കി എന്താ പേര്? ഒന്നും പോളിയും ബാക്ക അയിലത്തൂക്കോ, ഏട്ടത്തൂക്കം, അയിലത്തൂക്കം. എന്തൊരു തൂക്കം! അയിലത്തൂക്കം, ഏട്ടത്തൂക്കം, മത്തിത്തൂക്കം, ചാളത്തൂക്കം, അങ്ങനെ പല തൂക്കങ്ങളും. ഓ എന്റെ പെങ്ങളെ, നോക്കൂ, നിങ്ങളൊരു സ്വർണമെങ്ങാനും പണയം വെക്കുന്ന ഉമ്മാ, നിങ്ങളുടെ വീട്ടിലെങ്ങാനും നിങ്ങളുടെ മകളുടെയോ ഭാര്യയുടെ സഹോദരങ്ങളെ ഒരു കുടുങ്ങിയ സമയത്ത് ഭാര്യയുടെ സ്വർണമെങ്ങാനും പണയം വെച്ചാൽ ആ കുടുംബത്തിന്റെ ശിക്ഷ എത്രയാണ്? എന്തിനാണ് പണയം വെക്കുന്നത്? നിർബന്ധ ഘട്ടം, ദറൂറത്തിന്റെ ഘട്ടത്തിൽ നായകളെ കടിക്കാം, പട്ടിയുടെ ഇറച്ചി കടിക്കേണ്ട സമയമുണ്ട്. അതാണ് ദറൂറത്തിന്റെ ഘട്ടം. അങ്ങനത്തെ ഘട്ടം വന്നോ? ആർക്കാണ് വന്നിട്ടുള്ളത്? നിസാര പ്രശ്നങ്ങൾക്ക് സ്വർണമൊക്കെ പണയം വെക്കുന്ന സ്ത്രീകളെ. ഇന്നരിബാ ലദ്ർഹമു, കണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹ്
ഉറക്കെ ചൊല്ലൂ, ലദ്ർഹമു റിബൻ അശദ്ദു ഇൻദല്ലാഹ് മിൻ 36 സൻയാ. വ്യഭിചാരത്തിന്റെ ഗൗരവം പറഞ്ഞില്ലേ? ഒരു രൂപയെങ്ങാനും അയൽക്കൂട്ടമായോ കുടുംബശ്രീയായോ എന്റെ പെങ്ങളെ, സ്ത്രീകളെ, ഒരു രൂപയെങ്ങാനും പലിശ പറ്റിപ്പോയാൽ അശദ്ദു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ കോടതിയിൽ മിൻ 36 സൻയാ, 36 വ്യഭിചാരികളെക്കാളും കഠിന ശിക്ഷയാൻ. ഒരു മാലയെങ്ങാനും പടയം വെക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്തു വലിയ ശിക്ഷയാണത്. ഒരു രൂപ പലിശക്ക് കൊടുക്കുകയോ പലിശ വാങ്ങുകയോ പലിശയുമായി ഇടപാട് നടത്തുകയോ, അത് വീടെടുക്കാൻ വേണ്ടിയാവട്ടെ, വീടെടുക്കാൻ വേണ്ടി ഒന്ന് വാർപ്പാക്കാനല്ലേ ലോൺ എടുക്കുന്നത്. മനുഷ്യ, ആ ലോണില്ലാതെ ഉള്ള വീട്ടിലും ജീവിക്കാമല്ലോ. പണ്ടത്തെ ആളുകൾക്ക് ഈ തരത്തിലുള്ള സൗകര്യം പോലുമില്ലല്ലോ. ഇതുള്ളതൊന്ന് കൂട്ടാനല്ലേ, ഉള്ള 1-2 റൂമുകൾ കൂട്ടാനല്ലേ ലോൺ എടുക്കുന്ന മുസ്ലിമീങ്ങളെ. ഇന്ന റിബാ 99 ബാബാ, 99 ശിക്ഷകളാണ് പലിശക്കുള്ളത്. അതിലേറ്റവും ചെറിയ ശിക്ഷ മരുഭൂമിയിൽ വെച്ച് സാധുവായ ഉമ്മയെ, പെറ്റ ഉമ്മയെ ജനമധ്യത്തിലിട്ട് വ്യഭിചരിച്ചാൽ എന്തൊരു ശിക്ഷയാണ്. അതിനേക്കാളും വലിയ ശിക്ഷയാണ് ഒരു ദിർഹമെങ്ങാനും ഒരു മാലയെങ്ങാനും പണയം വെക്കുകയോ ലോൺ എടുക്കുകയോ ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ. ഈമാനുള്ള എന്റെ അനുജാ, സംവിധാനങ്ങൾ നമുക്ക് വേണം, ആവശ്യമാണ്. ഒരു ബൈക്കെങ്ങാനും ലോൺ എടുത്തുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നുവോ? നിർണായക ഘട്ടത്തിൽ ഇൻഷൂർ അടക്കുന്ന കാലമാണ്. ഈ ഇന്ത്യ രാജ്യത്ത് വാഹനം പുറത്തിറങ്ങണോ ഇൻഷൂർ അടക്കണം. അതിൽ തന്നെ പല വിധികളുമുണ്ട്. അത് ദറൂറത്തിന്റെ ഘട്ടമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇന്ത്യയുടെ നിയമമാണത്. പക്ഷേ അതല്ലാത്ത വിധത്തിൽ നാം എങ്ങാനും ഒരു ബൈക്ക് ലോൺ എടുത്തുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി ലോൺ എടുത്തെടുക്കുന്നുണ്ടോ? ഒരു കാറെങ്ങാനും ലോൺ എടുത്തുകൊണ്ട് കാർ എടുക്കുന്നുണ്ടോ? ഈമാനുള്ള അനുജാ, ഇവിടെ നമുക്ക് രസിക്കാം. നാളെ മരിച്ചാൽ പെറ്റ ഉമ്മയെ പരസ്യമായി വ്യഭിചരിച്ചതിനേക്കാളും വലിയ ശിക്ഷയാണ് അല്ലാഹു അവന് കൊടുക്കുക. ഉമ്മമാരെ, എൻ്റെ പെങ്ങളെ, തലകുത്തി മറിഞ്ഞാലും നിങ്ങളുടെ ഭർത്താവ് എന്തു മറിഞ്ഞാലും ഒരു മാലയോര വള പോലും പണയത്തിന് കൊടുക്കരുതേ പെങ്ങളെ. പണയം വെക്കാൻ കൊടുക്കരുത്, അപകടമാണത്. ഉമ്മാനെ വ്യഭിചരിക്കുന്നതിനേക്കാളും വലിയ ശിക്ഷയാടി ഒരു മോതിരം പണയം വെക്കുന്നത്. അത് സൂക്ഷിക്കടേ. പലിശ അല്ലാഹു മാപ്പ് തരാത്ത വിഷയമാണ്. യജമാനനായ റബ്ബ് പൊരുത്തപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുഖം കാണാൻ കഴിയില്ല. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കടുപ്പത്തിലാണ് പറയുന്നത്. അന്നഫ്സു തബ്കി അല ദുനിയാ വഖദ് അലിമത് അന്ന സലാമത ഫീഹാ തർകു മാ ഫീഹാ. ഓരോ മനുഷ്യനും കരയുകയാണ്. ലോണുകളതാ പെരുകിയിരിക്കുന്നു, അതുപോലെ പണയം വെക്കുന്നത് പെരുകിയിരിക്കുന്നു. എത്ര പെൺകുട്ടികളാണ് നാണമില്ലാതെ പലിശയുമായി ബന്ധപ്പെടുന്നത് പെരുകിയിരിക്കുന്നത്. മനുഷ്യന്മാരാണ് കരയുന്നത്. ഈ ദുനിയാവെന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? بملء فيها حذار
ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി. ഓ മുസ്ലിമീങ്ങളെ, ദുനിയാവാണ് പറയുന്നത്, അതിന്റെ വായ നിറച്ച് പറയുന്നു, സൂക്ഷിച്ചോളൂ ഹദാരി, സൂക്ഷിച്ചോളൂ എന്നെ നിങ്ങൾ. ഞാനിതാ നിങ്ങളെ പ്രേരിപ്പിക്കും, നിങ്ങളുടെ സ്വർണം പണയം വെക്കാൻ, ലോൺ എടുത്തുകൊണ്ട് വാഹനമെടുക്കാൻ നിങ്ങളെ ഞാനിതാ പ്രേരിപ്പിക്കും. ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി. സൂക്ഷിച്ചോളൂ നിങ്ങൾ എന്നെ, സൂക്ഷിച്ചോളൂ നിങ്ങൾ എന്നെ എന്ന് ഈ ഭൂമി നമ്മോട് പറയുന്നുവെങ്കിൽ മുസ്ലിം സമുദായമേ, എന്തൊരു ദുർഗതിയാൻ, വേദനാജനകമായ രംഗമാൻ. ആരെങ്കിലും ലോൺ എടുത്തുകൊണ്ട് അതല്ല എങ്കിൽ സ്വർണം പണയം വെച്ച് മറ്റുള്ള വിധത്തിൽ പലിശയുമായി ബന്ധപ്പെടുന്നവരുണ്ടോ? എന്താണ് മനുഷ്യ നീ ചിന്തിക്കുന്നത്? ഈ ദുനിയാവിൽ രക്ഷപ്പെടാമെന്നാണോ? നീ ഒരു പിടി നിന്റെ കൈ കൊണ്ട് വെള്ളം ഹൗദിൽ ചെന്ന്, കുളത്തിൽ ചെന്ന്, സമുദ്രത്തിൽ ചെന്ന് വെള്ളമെങ്ങാനും പിടിച്ചു വെക്കിയാൽ നിന്റെ വിരലൊന്ന് വിടർത്തി നോക്ക്. ആ വിരലിൽ ഉള്ളിൽ കൈയിന്റെ അടിയിൽ എത്രയാണ് വെള്ളമുള്ളത്? ഉണ്ടോ ഇല്ലേ? വെറുതെയാൻ, എല്ലാം നഷ്ടപ്പെട്ടു പോകും. നീ നോടെടുത്തുകൊണ്ട് എത്ര വലിയ വാർപ്പ് വീടാണ് എടുക്കുന്നത്? മുസ്ലിമേ, നീ ശ്രദ്ധിച്ചാൽ നീ എത്ര ദിവസമാണോ അതിൽ ജീവിക്കുന്നത്? ഈമാനുള്ള എന്റെ അനുജാ, ജ്യേഷ്ഠ സഹോദരാ, എത്രയാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്? ചിന്തിച്ചാൽ നിനക്ക് ആയുസ്സുണ്ടോ? നിന്റെ ലോണെടുത്തത് വീടുമ്പോഴേക്കും നീ പള്ളിക്കാട്ടിൽ പോയി കിടന്നാലോ, നീ പള്ളിപ്പറമ്പിൽ പോയി കിടന്നാലോ, നിന്റെ പള്ളിക്കാട് ആളിക്കത്തുന്ന ജഹന്നമല്ല. ഒരു രൂപയെങ്ങാനും പലിശ വാങ്ങിയ മനുഷ്യൻ, ലോണെടുത്തു പോയ മനുഷ്യൻ, അതുപോലെ അവിടുന്ന് മറ്റു പല വിധത്തിലുള്ള പലിശയുമായി ബന്ധപ്പെട്ടവൻ ഖബറിലേക്കെങ്ങാനും കൊണ്ടുപോയി കിടത്തിയാൽ പന്നികളുടെ രൂപം, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, പന്നിയുടെ രൂപത്തിൽ പോലും പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥകളുണ്ട് എന്ന് ചില മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ, ലോൺ എടുക്കുന്നത് എന്റെ ഈമാനുള്ള നാട്ടുകാരെ നരകത്തിലേക്കുള്ള റൂട്ടാണത്, നരകത്തിലേക്കുള്ള റൂട്ടാണത്. അതുപോലെ തന്നെ സ്വർണം പണയം വെക്കുന്നത്, നിങ്ങളുടെ ആഭരണങ്ങൾ പണയം വെക്കുന്നത്. ഉമ്മമാരെ, ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിൽ ഒരൊറ്റ ഉമ്മയും ആഭരണങ്ങൾ പണയം വെക്കാൻ കൊടുക്കരുത്. പണയം വെക്കാൻ കൊടുത്തോ ഈ ഭൂമിയിലല്ല നിങ്ങളെ വിടൂല. മഹ്ശറിലെ കഥകൾ സാഹചര്യം അനുവദിക്കുമെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. വിഷമമുണ്ട്. പണയം വെക്കുന്ന ഒരു പെൺകുട്ടിക്ക്, സ്വർണ്ണാഭരണം പണയം വെക്കാൻ കൊടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷകൾ, അത് മാത്രം ഒരു ദിവസം വാഴ് പറയണമെന്നുണ്ട്. ഉമ്മമാരെ, എത്ര കഠിനമാണ് ഈ സംഭവം, കഠിനമാണ് ഈ സംഭവം. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നൊരു ഖിദ്മ ഉസ്താദുമാരെ ഇരുത്തി, എൻ്റെ ഒരു കടമ, പടച്ചവനെ നീ സാക്ഷിയാൻ, നീ സാക്ഷിയാൻ. നാട്ടിൽ വളർന്നു 100 കുട്ടികൾക്ക് ദർസ് നടത്തു. 20 കൊല്ലമായി ദർസ് നടത്താൻ തുടങ്ങിയിട്ട് യാ ഫത്താൻ, ഈ ആളുകളെ സാക്ഷി നിർത്തി എന്നെ കൊണ്ട് കഴിയുന്ന ഖിദ്മ ഞാൻ ചെയ്തിരിക്കുന്നു. റഹ്മാനെ, നീ സാക്ഷിയാൻ. നാട്ടിൽ വെച്ച് നാട്ടുകാരെ, റബ്ബി എന്നെ പിടികൂടും. അല്ലാഹു എന്നെ പിടിക്കുമ്പോ എനിക്ക് ഉമറാക്കൾ ഉസ്താദുമായിരുത്തി പറയാം, ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു. എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ ഖിദ്മ. ലോണുകൾ പെരുകിയതുകൊണ്ട്, അതുപോലെ തന്നെ പടയം വെക്കുന്നതും നമ്മുടെ മുസ്ലിം നിസ്കരിക്കുന്നവരിൽ വരെ പെരുകിയത് കൊണ്ട് അറിയാതെ പെട്ടുപോയവരാണോ? തൗബ ചെയ്തോളൂ. സംഭവിച്ചവർ തൗബ ചെയ്യുക. ഒരിക്കലും പണയക്കച്ചവടം ചെയ്തു പോകരുത്, പണയം വെച്ചു പോകരുത്. അല്ലാഹു സാക്ഷി, ഞങ്ങളുടെ കടമ ഞങ്ങൾ നിർവഹിക്കുകയാണ്. പടച്ച റബ്ബ്, ഈ ചെറുമുറ്റത്ത് ദർസ് നടത്തുമ്പോ അല്ലാഹു പിടിക്കും. മലായിക്ക
ബർക്കത്ത് പിടിക്കും. അതിന് വേണ്ടി പറയുന്നു, ഈ ഭൂമിയിൽ ഒരാളോടും ഒരു വെറുപ്പില്ല, വ്യക്തിപരമായി ഒരു വ്യക്തിയോടൊരു വെറുപ്പില്ല. അല്ലാഹു തആല ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. നാട്ടുകാരെ, എട്ടാമതായി ഇനി നിർത്തുന്നു. എട്ടാമതായി അൽ മുത്തഹാവിനു ബിസ്സലാഹ്. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മയൊക്കെ സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങൾ പെടുത്തി തരുമാറാവട്ടെ. ബാക്കി 3 കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങൾ വായിക്കാം. വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.